ഗുണവുമില്ലാത്ത മരുഭൂപ്രദേശമാണ്. उस पूरे यदि महाद्वीप को, उस पूरे द्वीप को देखें तो उसमें 96% सूखा है, व्यर्थ भाग है वो. കഷ്ടിച്ചൊരു 4% ഇടത്ത് മാത്രമേ ഏതെങ്കിലും തരത്തിലെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വാസയോഗ്യമായി ഉള്ള ജീവിതം നയിക്കാൻ മനുഷ്യർക്ക് കഴിയും. और केवल 4% का हिस्सा है कि छोटी मोटी फसल उगाकर जो भी जलाशय से सुविधा मिलती है उसमें मनुष्य वहां जी पाता है. ഇതാണ് ഈജിപ്തിന്റെ ഒരു ജോഗ്രഫിയുടെ ഏതാനും ഘടകങ്ങൾ എന്ന് പറയും. और ये है मिस्र नामक जगह की भौगोलिक अवस्था. ഈജിപ്തുകാർ അതുകൊണ്ട് തന്നെ നൈൽ നദിയെ ഒരു ദേവനായി കണ്ടു. और इसीलिए मिस्र नील नदी को एक देवी के तौर पर, देवता के तौर पर मानते थे. ഇന്ത്യക്കാരായി നമുക്ക് ഈ നദികളൊക്കെ സ്ത്രീഭാവമാണ്, സ്ത്രൈണഭാവമാണ്. और भारतीयों के लिए नदी जो है वो स्त्री भाव में, स्त्री रूप में हमारे लिए जानी जाती है. നമുക്ക് പുരുഷഭാവമുള്ള ഒരു നദിയുള്ളൂ. पुरुष भाव वाली केवल एक ही नदी है हमारे यहाँ. അതേതാ? कौन सी है बता सकते हैं? പറയൂ. कोई भी बताएगा? भारत की एक नदी സൺ ഓഫ് ബ്രഹ്മ, ബ്രഹ്മപുത്ര. ब्रह्मपुत्र. ബാക്കിയെല്ലാം സഹോദരിമാരുടെ പേരിലാണ്. वो सन ऑफ ब्रह्मा, ब्रह्मपुत्र है. बाकी सारी की सारी पुत्रियां नहीं, बहनों के नाम पर हैं. മൻമോഹൻ സിംഗ് പണ്ട് ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് मनमोहन सिंह जी जब भारत पे राज किया करते थे, അദ്ദേഹം നല്ലൊരു ഐഡിയ കൊണ്ടുവന്നു. उन्होंने एक अच्छा विचार दिया. ആ ഐഡിയ മറ്റൊന്നുമല്ല, ഈ ചില സ്ഥലങ്ങളിൽ വരൾച്ച, ചില സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം. और वो विचार इसलिए देना चाहते थे क्योंकि कुछ जगह पर अकाल है तो कुछ जगह पर बाढ़ है. അപ്പോൾ 10,000 കോടി ഇന്ത്യൻ റുപ്പി ചെലവിട്ട് ഈ നദികളെ യോജിപ്പിക്കുന്ന കനാലുകൾ വെട്ടുന്ന ഒരു സംവിധാനം, എന്നിട്ട് വരൾച്ച കൂടുതലുള്ള ഇടത്തേക്ക് പ്രളയവെള്ളത്തെ ഗതി തിരിച്ചു വിടുന്ന വളരെ നല്ല ഒരു പ്ലാനിംഗ് ആണ്, ഒരു ഐഡിയ കൊണ്ടുവന്നത്. एक बहुत अच्छा विचार जिसमें 10,000 करोड़ रुपए खर्च करके इन सारी नदियों को छोटे छोटे नालों के द्वारा, प्रवाहिनियों के द्वारा आपस में जोड़ दिया जाए, जिससे जहां अकाल है वहां पर पानी पहुंचे और जो पानी बाढ़ बन रहा है वो कम होकर एक जगह बहता चला जाए. അത് നടന്നില്ല. लेकिन वो योजना सफल नहीं हुई. ആലോചന കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു അത് നടക്കുകയില്ല. जैसे ही उन्होंने विचार रखा, मैंने खबर सुनी, मैंने भी बोल दिया था ये नहीं होगा. ഞാൻ പറഞ്ഞു മൻമോഹൻ സിംഗ് കേട്ടില്ല. मैंने जो कहा था वो मनमोहन सिंह जी ने नहीं सुना. അത് പറയാൻ കാരണമുണ്ട്. उसके मैंने पता क्यों कहा ये. നമ്മുടെ നദികൾ 99% സ്ത്രീകളുടെ പേരില്ല. हमारे यहाँ के सारी नदियां वो सब 99% स्त्रियों के नाम पर हैं. അവരെ യോജിപ്പിക്കാൻ നോക്കിയാൽ യോജിച്ചു പോവില്ല. इन सब को औरतों के नाम पर है, इसलिए जोड़ने की कोशिश करोगे कहाँ जुड़ेंगी. ഡോക്ടർ ഓമന റസൽ ക്ഷമിക്കണം. ഓമന റസൽ ക്ഷമിക്കണം. ओमना रसल जी क्षमा करें. സ്ത്രീകൾ വളരെ നല്ല മനുഷ്യരൊക്കെയാണ്. അത് നമ്മൾ ലേയാടെ കാര്യമൊക്കെ പകൽ കേട്ടതാണ്. പക്ഷേ ഈ നദികളെല്ലാം സഹോദരിമാരുടെ പേരിലാണ്. അവരെ യോജിപ്പിക്കാൻ നോക്കിയാൽ വലിയ പ്രയാസമാണ്. दोपहर के समय हमने लिया के बारे में ही सुना था. स्त्रियां अच्छी हैं लेकिन स्त्री नाम की नदियां हैं, कहाँ जुड़ेंगी. അപ്പോൾ ഈ നദികൾ ഇതെല്ലാം വെട്ടിയിട്ട് നമുക്ക് നൈലിലേക്ക് വരണം. चलो सारी नदियों को छोड़ते हैं, नील नदी पर आते हैं. നൈല് സത്യത്തിൽ ഒരു ദേവനാണ്. वास्तव में वो उनके लिए एक देवता है. അപ്പം നൈൽ ദേവനാണ്. ദേവനായതുകൊണ്ട് തന്നെ ആളുകൾ ദേവ എന്ന നിലയിൽ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. और क्योंकि नदी वो एक देवता है, एक देवता को दिया जाने वाला सम्मान वो दिया करते थे इस नदी को. പൗരാണികമായ ആ സംവിധാനമെല്ലാം ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെതാണ്. और पौराणिक यदि आप संस्कृतियों को देखें तो वहां पे पुरुष भावी या फिर पुरुषों का प्रभाव ज्यादा रहता था. അന്ന് ഈജിപ്തിലെ രാജ്ഞിമാർ പുരുഷന്മാരെ വെല്ലുവിളിച്ച് അവര് പുരുഷന്മാരെക്കാൾ കരുത്തായി നിന്ന ചരിത്രമൊക്കെ ഉണ്ട്. और लेकिन मिस्र में एक ऐसा भी इतिहास है कि वहां की रानियों ने राजाओं को ललकारा और राजाओं को अपने वश में कर कर राज भी किए हैं. ഈജിപ്ത് ഒരു വളരെ ഭംഗിയുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. मिस्र भी एक ऐतिहासिक तौर पर महत्वपूर्ण जगह है. ഈജിപ്തിനെ പറ്റി ഒരു അല്പം കൂടെ ഒന്ന് പറയാം. मिस्र के बारे में मैं थोड़ा और बताऊं. അവൻ നൈലാണ് അവരെ ഒരു ദേവൻ. नील वहां का एक देवता है. പക്ഷേ സുപ്രധാന ദേവൻ അല്ലെങ്കിൽ പ്രധാന ദേവൻ എന്ന് പറയുന്നത് സൂര്യനാണ്. लेकिन वहां का प्रमुख देवता या सबसे बड़ा देवता सूरज है, सूर्य है. സൂര്യന് അവർ ഒരു പേര് വിളിച്ചു. सूर्य को उन्होंने एक नाम दिया. ആ പേര് റാ എന്നായിരുന്നു. और उसका नाम था रा. ചില ഉച്ചാരണങ്ങൾ റേ എന്നുമാകും. और कुछ उच्चारण
उच्चारणों में उसे रे कहा जाता है അതിൽ നിന്നാണ് എക്സ് റേ എന്നൊക്കെയുള്ള പദം സംവിധാനമൊക്കെ വരിക. और एक्स रे नामक जो शब्द है वो भी उसी तरीके से निकले हैं. കിരണം തരുന്നതെന്തോ അതാണ് റാ. तो रा का मतलब जो किरणें देता है, रश्मियां देता है. ഈ ഗോഡ് റാ റേ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ये जो रा देवता था वो रे उत्पादित करता है. സൂര്യനാണ് പ്രധാന ദേവൻ. सूरज है वहां का प्रमुख देवता. സൂര്യന്റെ പത്നിയാണ് ഭൂമി. और सूरज की पत्नी है पृथ्वी, धरती. സൂര്യന്റെ മറ്റൊരു പത്നിയാണ് ചന്ദ്രൻ. और सूरज की दूसरी एक पत्नी है चंद्रमा, चांद. സൂര്യനും ചന്ദ്രനും ഒക്കെ കൂടാതെ 2300 പരം ഇതര ദൈവങ്ങൾ അവർക്കുണ്ട്. और इन सूरज चांद के अलावा 2300 से अधिक और भी देवी देवता उनके हुआ करते थे. പറക്കുന്ന പ്രാണികൾ അവർക്ക് ദേവനാണ്. उड़ने वाले जो पक्षी हैं वो उनके देवता हैं. നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നവൻ ബെയൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. और हमने यीशु के बारे में देखा कि बलजबूल के द्वारा वो दुष्ट आत्माओं को निकालता है. ബെയൽസബൂൽ ഈസ് ദ കിങ് ഓഫ് ഫ്ലൈസ്. और बेलसबूल जो है वो मक्खियों का या फिर नभचरों का मालिक है. ഇനി ഒരു കാര്യം കൂടി രസകരമാണ് പറയാം. एक और बात मैं रोचक सी आपको बताऊं. ഇവര് ഒരു ചെടിയെ ദൈവമായി കാണുന്നു. एक पौधे को वो एक देवता के तौर पर मानते हैं. ആ ചെടിയുടെ രൂപം അതിന്റെ സ്റ്റെം അഥവാ കാണ്ഡം ത്രികോണാകൃതിയാണ്. और उस पौधे का जो तना है या फिर टहनी नीचे वाली त्रिकोण आकार में है. ആ ത്രികോണാകൃതിയുള്ള ചെടിയുടെ മുകളിൽ നിന്ന് കതിര് കണക്കെ അല്ലെങ്കിൽ പയർ കണക്കെ വീശി നിൽക്കുന്ന ഇലകൾ. और इस तिकोने आकार में से इनकी पत्तियां बिल्कुल फैलती हुई ऊपर की ओर निकलती हैं. ഇതിന്റെ പേര് മലയാളത്തിൽ ഞാങ്ങണ എന്നാണ്. और उसे हम सरकंडा कहते हैं. ഇതിന്റെ ഇംഗ്ലീഷ് പദമാണ് പാപ്പിറസ്. और पैपिरस शब्द है अंग्रेजी में उसका. ഈ പാപ്പിറസ് അവർക്ക് ദൈവമാണ്. ये पैपिरस अथवा सरकंडा भी उनका देवता है. അതിനെ വെട്ടാനൊന്നും നോക്കില്ല. उसे कोई काट नहीं सकता है. അന്നും ഇന്നും അത് വളരെ വിലപിടിപ്പുള്ളതാണ്. और उसकी कीमत उन दिनों में भी थी और आज भी है. ഇതിന്റെ പുറം പാളികൾ കൊണ്ട് ബാസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കും. उसके ऊपर के जो भाग से या छिलकों से टोकरी वगैरह बनाई जा सकती है. ഇതിന്റെ ഉള്ളിലെ പൾപ്പ് സംസ്കരിച്ചെടുത്ത് പേപ്പർ ഷീറ്റുകൾ ഉണ്ടാക്കും. और उसके अंदर के द्रव को निकालकर उससे कागज इत्यादि बनाया जाता है. അപ്പോൾ തന്നെ ഇത് ആളുകൾ ദൈവമായി കണ്ടു ആരാധിച്ചു. और उसके साथ साथ इसे एक देवता के रूप में नमन भी, नमित भी किया जाता था. ആരാധിക്കാൻ കാരണമുണ്ട്. उसकी आराधना करने का एक कारण है. ഇതിനൊരു ത്രികോണാകൃതിയാണ്. क्योंकि ये तिकोना आकार का है. അവരുടെ ശവകുടീരങ്ങൾ ത്രികോണാകൃതിയിലാണ്. उनके जो कब्रिस्तान है वो भी तिकोने आकार में है. ആ ശവകുടീരങ്ങളെ പിരമിഡ് എന്ന് പറഞ്ഞു. जिनको पिरामिड कहते हैं. ഈ പിരമിഡുകൾ മരണത്തെ ചിത്രീകരിക്കുമ്പോൾ जब पिरामिड मौत को दिखाते हैं, ഈ ത്രികോണാകൃതിയുള്ള ഈ സ്റ്റെമ്മ് ഈ ഇലയുടെ അല്ലെങ്കിൽ ഈ ചെടിയുടെ കാണ്ഡം മരണത്തെ ചിത്രീകരിക്കുന്നു. और ये तिकोना जो पौधे का भाग है वो भी मृत्यु को दिखाता है. പക്ഷെ അതിന്റെ ഉന്നതി ഉണ്ടല്ലോ, ഉയർന്ന ഭാഗത്തു നിന്ന് വീശിക്കിടക്കുന്ന കതിരുകൾ സൂര്യകിരണങ്ങൾക്ക് തുല്യമാണ്. लेकिन ऊपर से निकली हुई बिखरी हुई जो पत्तियां हैं वो सूरज की किरणों को दिखाती है, उसके समान है. ഫ്രം ഡെത്ത് ടു ലൈഫ്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആ ചെടി അവർക്ക് നൽകുന്നത്. तो वो पौधा उनमें ये आशा देता है कि मृत्यु से जीवन की ओर. അപ്പോൾ ഞാൻ അവരെ അത്യാവശ്യം ദൈവങ്ങളെ പറ്റി ആ പശ്ചാത്തലമൊക്കെ പറഞ്ഞു. तो मैंने उनके देवी देवताओं के बारे में, पृष्ठभूमि के बारे में थोड़ा बहुत आपको बताया है. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിങ്ങൾ മുഷിയുന്ന ആ ചരിത്രം ഞാൻ വിട്ടേക്കാം. मैं एक और बात बताऊं तो आप शायद मायूस हो जाएं, फिर मैं इतिहास को छोड़ूंगा. അപ്പോൾ സൂര്യൻ, ചന്ദ്രൻ, നൈൽ നദി, ബെയൽസബൂൽ, ഈ പറഞ്ഞ പാപ്പിറസ് ഇതെല്ലാം ദൈവങ്ങളായിരിക്കുന്നതോടൊപ്പം മറ്റൊരു ദൈവസങ്കല്പവും അവർക്കുണ്ട്. यहाँ पर सूरज, चंद्रमा, पैपिरस, नील नदी, इन सबल इत्यादि के अलावा भी एक और देव रूप उनके लिए है. അത് മരിച്ചുപോയ പൂർവികരെ അവർ ദൈവങ്ങളായി കണ്ടു. मरे हुए पुरखाओं को, पूर्वजों को भी वो देवी देवता मानते थे. ഇന്നും നമുക്കറിയാം ജീവിച്ചിരിക്കുന്നവരെക്കാൾ മരിച്ചവർക്കാണ് കരുത്ത്. आज भी हमें पता है जिंदे लोगों से ज्यादा मरे हुए ताकतवर दिखते हैं. ജീവിച്ചിരിക്കുക ഒരു കഴിവുമില്ലാതെ തോറ്റുപോയ ആളും മരിച്ചാൽ ശവകുടീരത്തിൽ ആളുകൾ എന്ന് പ്രാർത്ഥിക്കും. जो जिंदा था, कुछ नहीं कर पाया, हार बैठा था,
मरने के बाद में उसी की कब्र पे माथा टेकने के लिए लोग लाइन में खड़े हैं। കേരളത്തിൽ രസകരമായൊരു കാഴ്ച, केरल में एक बहुत ही रोचक एक नजारा है। ഈ കന്യാമറിയത്തിന്റെ ഒരു വലിയ ശില്പം ഒരു ചെറിയ പെട്ടി ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ കൊണ്ടുപോവാണ്. कुंवारी मरियम की एक बड़ी मूर्ति एक ऑटो रिक्शा में पीछे रखकर यूं लेके जा रहे हैं। അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് നിത്യസഹായ മാതാവി ഞങ്ങളെ രക്ഷിക്കണമെന്നോ അങ്ങനെ പറഞ്ഞു. और नीचे कुछ लिखा हुआ है कि हे अनंत मदद करने वाली माता हमारी भी रक्षा कर। പക്ഷെ ഒരു 3-4 തൊഴിലാളികൾ അവർ താഴെ വീഴാതിരിക്കാൻ വേണ്ടി പെട്ടിയുടെ സൈഡിൽ ഇങ്ങനെ പിടിച്ചേക്കുകയാണ്. और 3-4 मजदूर भी नीचे गिरने से बचने के लिए उन्होंने इस पेटी को पीछे वाले ऑटो के पीछे के भाग को पकड़ रखा है। കുട്ടികൾ ഫേസ്ബുക്കിൽ തിരിച്ചു പറയാ ലോകത്തെ മുഴുവൻ നിത്യവും രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മാതാവ്, പക്ഷെ അവർ വീഴാതിരിക്കണേ 4 പേര് പിടിക്കണം. और यहाँ पर वहां पे फेसबुक में लिखा हुआ था कि हर एक की मदद करने वाली माता की प्रार्थना की एक वस्तु वहां देख रहे हैं, लेकिन खुद रुक बचने के लिए, गिरने से बचने के लिए 4 लोगों ने पकड़ रखा है। ഇതേപോലെ ഇവര് മരിച്ചവരെ വലിയ മനുഷ്യരായി വലിയ അമർത്യരായി കണ്ട് അവരോട് പ്രാർത്ഥിക്കും. इसी प्रकार मरे हुओं को अमर जानकर उनसे दुआ प्रार्थना ये भी किया करते थे। ഞാൻ അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതോടൊന്ന് പറയാം. मैं ये भी आपको बताऊंगा, मिस्र में यदि किसी का देहांत होता है तो उसके बाद में क्या होता है। ലോകത്തേറ്റവും ചിലവേറിയ ശവമടക്ക് നടത്തുന്നത് ഈജിപ്തുകാരാണ്. मिस्र में जो दफनाई दुनिया की सबसे ज्यादा खर्चीली दफनाई है वो। ഒരു സാധാരണ മനുഷ്യൻ മരിച്ചാൽ, एक साधारण आदमी भी जब मरता है, എന്നെയോ നിങ്ങളെ പോലൊക്കെയുള്ള സാധാരണ മനുഷ്യന്റെ മരണ പറയുന്നത്. आपकी और मेरी तरह एक साधारण आदमी जब मरता है, ഇതൊക്കെ വലിയ കാശുള്ള ആൾക്കാരായി, ഇവരെ ഇദ്ദേഹത്തെ പോലുള്ളവരെ അല്ലേ ഞാൻ പറഞ്ഞു. मैं इन जैसों की बात नहीं कर रहा हूं, बड़े पैसे वाले हैं ये। വലിയ കാശുള്ള ആളുകളുടെ അല്ല, നമ്മളെ പോലെ സാധാരണ മനുഷ്യന്റെ മരണം. बड़े पैसे वालों की बात नहीं कर रहा हूं, हम जैसे साधारण लोगों की बात कर रहा हूं। മരിച്ച ആളിനെ കാണാൻ വരുന്നവർ സ്വർണ്ണമാലയും വെള്ളിക്കരണ്ടികളും വിലപിടിപ്പുള്ള നാണയങ്ങളും ഒക്കെ കൊണ്ടുവരണം. जो इस मरे हुए को देखने के लिए आ रहे हैं वो अपने साथ सोने की मालाएं, चांदी और इत्यादि बहुमूल्य रत्न वगैरह लेकर आए। പരേതൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അദ്ദേഹത്തിന്റെ പണിയായുധങ്ങൾ, അദ്ദേഹത്തിന്റെ സംഗീതോപകരണങ്ങൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടതൊക്കെ ചേർത്ത് വേണം സംസ്കരിക്കാൻ. और वो जो हथियार उपयोग करता था, उपकरण उपयोग करता था, उससे जुड़े हुए सारे औजार उसी के साथ दफनाए जाते थे। നമ്മുടെ നാട്ടില് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കാൻ വീട്ടുകാർ ബുദ്ധിമുട്ടുന്ന പോലെയാണ് അവിടെ ഒരു അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചെലവ്. हमारे घर से अपनी बेटी की शादी कर कर विदा करने में हमें जो पसीना आता है, मिस्र में एक आदमी को दफनाने में पसीना आता है। അതുകൊണ്ട് ഈ മക്കളൊക്കെ എൻ്റെ ഒരു ധാരണയാ, അപ്പച്ചന്മാരെ കാണും പറയാം, അച്ഛാ വലിയ പ്രയാസം ഉണ്ടാക്കല്ല, എന്തോ വേണേലും ചെയ്തോളാം. और इसीलिए जब भी कुछ बूढ़े वगैरह हो जाते हैं तो वो बोलते हैं, पापा जी या दादाजी ज्यादा दिक्कत मत करना, जो चाहते हो सब कर देंगे। കാരണം മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. क्योंकि मर गए तो इससे भी बड़ी दिक्कत है। വലിയ ചിലവേറിയത ശവടക്ക്. होती इसी प्रकार के भव्य तरीके से उनका दफन होता है। നീ അതെല്ലാം വിട്ടു. ये सब बात मैं छोड़ता हूँ। അതിസമ്പന്നരുടെ ശവടക്കൂടി പറഞ്ഞ് നിർത്താം. अमीरों के भी दफन के बारे में बताकर मैं बात रोकूंगा। അതിസമ്പന്നരെന്ന് പറഞ്ഞാൽ പോരാ, രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി മരിച്ചാൽ എന്തു ചെയ്യണം? अमीरों की बात छोड़िएगा, उस जगह पर राज करने वाला अथवा सम्राट जब मरता है तो उसके लिए क्या किया जाता है? ആ ചക്രവർത്തിയുടെ സ്ഥാനപ്പേരാണ് ഫറവോ. और सम्राट की जगह का या कुर्सी का नाम है फिरौन। നമ്മുടെ ചില പരിഭാഷകളിൽ തീരുന്ന എൻ ശബ്ദം തെറ്റാണ്. ഫറവോ, ഫറവോൻ എന്ന് വേണ്ട. और यहाँ पे कुछ अनुवादों में एन पर आकर खत्म होता है, एन नहीं होता है, फिरो नामक शब्द है तक रुक जाता है। ആ പദത്തിന്റെ അർത്ഥം ദ ഗ്രേറ്റ് ഹൗസ് ഹോൾഡ്. और उसका मतलब है एक बड़ा घराना। ഫറവോ ഒരു സ്ഥാനപ്പേരാണ്. फिरौन कुर्सी का नाम है, पद का नाम है, അത് ചക്രവർത്തിക്ക് മാത്രമുള്ള പേരാണ്. और वो केवल एक सम्राट को दिया जाने वाला नाम है। മരിച്ചത് ചക്രവർത്തിയെങ്കിൽ यदि मरा हुआ व्यक्ति एक सम्राट है കൊട്ടാരം വൈദ്യന്മാർ നാടി പിടിച്ച് മരണം ഉറപ്പാക്കണം. तो महल के वैद्य
वैद्य उनकी नस देखकर पक्का करते हैं कि मरा है या नहीं, ഇയാളിനെ ഒരു കൽത്തളത്തിൽ മലർത്തിക്കിടത്തേണം. और इस व्यक्ति को एक मैदान में या फिर वहीं के खलियान में उसे उल्टा लिटाते हैं. ആ ആളിന്റെ മൂക്കിനുള്ളിലേക്ക് ഒരു മുളന്തണ്ട് ഇങ്ങനെ കുത്തിക്കയറ്റണം. और उसके नाक के अंदर एक टहनी को वहां पे हमें घुसाते हैं. ഇസിനോഫീലിയ ഉള്ളവർ തുമ്മരുത് ഇത് കേട്ടിട്ട്. और ये सब सुनने के बाद में यहाँ पे बैठ के छींकने मत लग जाना, प्रक्रिया को मन में ले आकर തുമ്മരുത്, അത് വേറെ കാര്യം. छींकना मत, वो अपने आप में एक अलग बात है. സാരമില്ല, ഡോക്ടർ ഉണ്ട് ഇവിടെ. यदि कर भी तो घबराओ नहीं, डॉक्टर हैं. അപ്പോൾ ഇങ്ങനെ ഈ ശവത്തിലേക്ക് ഈ മുളന്തണ്ട് കുത്തിക്കയറ്റിയ ശേഷം ഇതിനുള്ളിലൂടെ ചില കെമിക്കൽസ് ഒഴിച്ചു കൊടുക്കും. और जो बांस की जो टहनी है जब उसके अंदर नाक में डालते हैं और उसमें से द्रवों को, रसों को उसके अंदर डाला जाता है. ഈജിപ്തുകാർ വിശ്വസിക്കുന്നത് ഒരു മനുഷ്യൻ മരിക്കാൻ കാരണം അയാൾക്ക് ബ്രെയിൻ ഉള്ളതുകൊണ്ടാണ്. ശരീരത്തിന് തീരെ വേണ്ടാത്ത ഒട്ടും ഉപയോഗമില്ലാത്ത സാധനമാണ് തലച്ചോറെന്ന് അവർ വിശ്വസിച്ചു. उनका यह विश्वास है कि एक व्यक्ति के पूरे शरीर में सबसे अनुपयोगी या नालायक यदि कोई अंग है तो वो दिमाग है. അത് ചീഞ്ഞഴുകി പുറത്തു പോകാൻ വേണ്ടിയാണ് ഈ പ്രവൃത്തി. और वो वहां से निकल न जाए, खत्म न हो जाए, इसीलिए ये सारी प्रक्रिया वो करते हैं. ഉദരത്തിൽ നേരിയ സുഷിരമിട്ട് ആന്തരിക അവയവങ്ങൾ അതിലൂടെ പുറത്തെടുക്കും. और पेट में एक छोटे छेद बनाकर वहीं से चीर कर अंदर के अंग बाहर निकाल लेते हैं. ഇനി ഈ ശരീരത്തിനുള്ളിലേക്ക് വ്യത്യസ്ത തരത്തിലുള്ള രാസവസ്തുക്കൾ കൃത്യമായ അനുപാതത്തിൽ അതിന്റെ ഉള്ളിൽ കടത്തും. और उसी शरीर के पूरे भाग में जो उचित मात्रा में रसायन, द्रव इत्यादि पूरे शरीर में वो घुसाते हैं. ആന്തരിക അവയവങ്ങളും ഇങ്ങനെ രാസവസ്തുക്കളിൽ മുക്കി തിരിച്ചിതിനകത്ത് പ്രവേശിപ്പിക്കും. और ऐसे ही बाहर निकाले गए अंग भी रासायनिक द्रवों के अंदर सुरक्षित कर अलग रखते हैं. ഇതിനുശേഷം ഇത്രയും ചെയ്ത് ഈ ശരീരത്തിലേക്ക് ലിനൻ തുണി കൊണ്ട് വീണ്ടും സുഗന്ധ വസ്തുക്കൾ മുക്കിയ ലിനൻ തുണി ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലും ചുറ്റണം. और उसके बाद में यहाँ पे लिनन के जो मखमली जो वस्त्र हैं इसके द्वारा इसको अमेन घड़ी की दिशा में और उल्टी दिशा में पूरे शरीर पर रसायनों के साथ लपेटा जाता है. അങ്ങനെ ചുറ്റി ചുറ്റി ഈ മൃതശരീരത്തിന് വലിയ വലിപ്പമാവും. और ऐसे इतना लपेटते हैं कि वो शरीर भी मोटा हो जाता है. ഈ ശരീരം എടുത്ത് ഒരു തടിപ്പെട്ടിക്കുള്ളിൽ വെക്കും. इस शरीर को एक लकड़ी के तख्त के अंदर या फिर ताबूत के अंदर रखते हैं. വിലപിടിപ്പുള്ള പലതരം സുഗന്ധ വസ്തുക്കൾ അതോട് ചേർത്ത് വെക്കും. और उसी के साथ में कीमती सुगंध द्रव्य इत्यादि उसके संग रखते हैं. ഈ തടിപ്പെട്ടി എടുത്ത് ഒരു വെള്ളി കൊണ്ടുണ്ടാക്കിയ പെട്ടിയിൽ വെക്കും. और इस लकड़ी के ताबूत को चांदी के ताबूत में रखते हैं. ഈ വെള്ളിപ്പെട്ടി എടുത്ത് ഒരു സ്വർണ്ണ പേടകത്തിൽ വെക്കും. चांदी के इस ताबूत को सोने के बने एक बक्से में रखते हैं. എന്നിട്ട് ഈ ശവശരീരത്തിന് ചുറ്റും ഒരു വലിയ ടോംബ് കെട്ടി ഉണ്ടാക്കും. और इसके चारों ओर कब्र बनाना शुरू करते हैं. അതിബൃഹത്തായ ഒരു കൊട്ടാരമാണത്. एक बहुत बड़ा महल होता है वो. നമ്മുടെ ഈ ബിൽഡിങ്ങിനേക്കാളൊക്കെ വലിപ്പമുണ്ട് ചിലതരം ശവകുടീരങ്ങൾ. और कुछ ऐसे कब्रिस्तान हमारी इस इमारत से भी ऊंचे और बड़े हैं. ഇതൊരു വളരെ ശ്രദ്ധേയമായ ഒരു കൊട്ടാരമാണ്. एक बहुत ही ध्यान देने योग्य महल होता है वो. ഇതില് പത്മരാഗ കല്ലുകൾ, വിലപിടിപ്പുള്ള സ്റ്റോൺ, ये आभूषण बहुत ही कीमती रत्न उसमें होते हैं. ആ കുറ്റാക്കുറ്റിരുട്ടത്തും വേണ്ടി വന്നാൽ ഇതിനകം പ്രകാശിക്കുന്ന തരത്തിലെ വ്യത്യസ്ത മുത്തുകൾ ഒക്കെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. और अंधेरे के अंदर भी चमकने वाले ऐसे कई रत्नों से आभूषित होता है ये अंदर का पूरा भाग. ഈ ഇതിന് ചുറ്റും കെട്ടി ത്രികോണാകൃതിയിൽ കെട്ടിപ്പൊക്കുന്ന സ്തൂപികയുടെ അഗ്രത്തോടു കൂടിയ ഒരു വലിയ കൊട്ടാരത്തിലാണ് ഭറവോയുടെ ഈ ശവശരീരത്തെ. और इस प्रकार एक त्रिकोणे आकार में ऊपर से नीचे की ओर फैलने के तरीके से बनाए जाने वाले इसी महल रूपी कब्र में फिरो को रखा जाता है. മരിച്ചത് രാജാവായതുകൊണ്ട് क्योंकि वो एक राजा था. അയാളുടെ ആജ്ഞാനുവർത്തികളെ, അയാളുടെ ഭാര്യമാരിൽ ചിലരെ, അദ്ദേഹത്തിന്റെ മന്ത്രിമാരിൽ ചിലരെ കൊന്ന് ഈ കൂടെ സംസ്കരിക്കും. और उसके साथ जो भी उनकी रानियां थी, कुछ पटरानियां, कुछ मंत्रियों को भी मारकर इसी के साथ दफनाया जाता है. അവർ വിശ്വസിക്കുന്നു वो ऐसा विश्वास करते हैं രാജാവ് മരിച്ചതല്ല, राजा मरा नहीं है, അയാൾ ഇമ്മോർത്തലായി, അമർത്യനായി. वो अमर हो गया है.
അതുകൊണ്ട് ആ ലോകത്ത് പരലോകത്തിലും അദ്ദേഹത്തിന് സേവകർ വേണം. इसीलिए जब वो परलोक चला गया है वहां पर भी तो उसको सेवक गणों की जरूरत है, ഭക്ഷണം വേണം. उसको भोजन की जरूरत है. ഉണക്കിയ ധാന്യപ്പൊടികൾ, ഉണക്കിയ പഴവർഗ്ഗങ്ങൾ ഒക്കെ ഭരണികളിൽ അടച്ച് അത് വലിയ ബോട്ടിലുകളിലൊക്കെ ധാരാളം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. और सूखे मेवे, सूखे फल इत्यादि सब बोतलों के अंदर वहीं पर उस कब्र में रखे जाते हैं. ഇങ്ങനെ ഒത്തിരി പറയാനുണ്ട് അതേപ്പറ്റി. ऐसे बहुत कुछ कहना है उसके बारे में. സ്വർണ്ണ നിക്ഷേപങ്ങളുടെ വലിയൊരു കലവറയാണത്. सोने का एक बड़ा खजाना है वो. ഇതിനാണ് പറയുക മിസ്രയീമ്യരുടെ നിക്ഷേപം. इसीलिए वहां पर मिस्र का खजाना शब्द इस्तेमाल किया गया മിസ്രയീമ്യരുടെ ധനസമ്പത്ത്. और मिस्रियों का धन. ജീവിതത്തിന്റെ നല്ല കാലമൊക്കെ ഇസ്രായേൽ മക്കൾ ഇവിടെയായിരുന്നു. अपनी जिंदगी का अच्छा भाग इसराइलियों ने यहीं बिताया था. 430 വർഷം ഇസ്രായേൽ മക്കൾ ഈ ദേശത്ത് പാർത്തു. 430 साल इसराइली इसी मिस्र में रहे थे. അവരുടെ നഗരങ്ങളെ നിർമ്മിക്കുവാൻ, സംഭരണശാലകളെ ഒക്കെ നിർമ്മിക്കുവാൻ അവരുടെ കഠിനാധ്വാനം ഉപയോഗിക്കപ്പെട്ടു. और उन्होंने अपनी मेहनत के द्वारा, अपने परिश्रम के द्वारा वहां पर उनके भंडार बनाए, उनके बड़े बड़े भवन बनाए. ദേശത്ത് ക്ഷാമമുണ്ടാകട്ടെ, ജലക്ഷാമമുണ്ടാകട്ടെ, എന്ത് സംഭവിച്ചാലും ഇവരുടെ ഈ ശവകുടീരം പണിയുന്ന ഏർപ്പാട് നിർത്തില്ല. और चाहे दुनिया उनकी जगह पर अकाल आ जाए, पानी खत्म हो जाए, ऐसे कब्र बनाने की प्रथा को उन्होंने कभी नहीं रोका. ഈ ജോലികളൊക്കെ ചെയ്യാൻ പല ഘട്ടങ്ങളിലായി ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് അനവധി അടിമകളെ കൊണ്ടുവന്നിട്ടുണ്ട്. और इन यहाँ के कामों को करने के लिए दुनिया भर से अलग अलग समयों पर कई गुलामों को लाया जाता था. ഇതെല്ലാം ഒന്നും ഇസ്രായേൽ മക്കൾ പണിതല്ല. और ये सब इसराइलियों ने नहीं बनाए കാരണം थे. ക്രിസ്തുവിനും ഏതാണ്ട് 5000 വർഷം പഴക്കമുള്ള ശവകുടീരങ്ങൾ അവിടെയുണ്ട്. क्योंकि वहां पर ऐसी भी कब्र हैं जो यीशु मसीह से तकरीबन 5000 साल पहले की हैं. വലിയ ദുരൂഹതകളുടെ ഒരു കോട്ടയാണ് ഈ ശവകുടീരങ്ങൾ. ये सारे कब्र बुरी घटनाओं के, भयावह घटनाओं की गवाहियां हैं ये सब. മനുഷ്യന് വിശദീകരിക്കാനാവാത്ത നിരവധി സംഭവങ്ങൾ, അസംഭവ്യങ്ങളെന്ന് ലോകം വിലയിരുത്തുന്ന പല കാര്യങ്ങൾ ഈ പിരമിഡുകളുമായി ബന്ധപ്പെട്ടുണ്ട്. और इन्हीं कब्रों से, इन्हीं भवनों से संबंधित ऐसी बातें दुनिया भर में प्रचलित हैं जो बखान नहीं की जा सकती, मनुष्यों के लिए डरावनी बातें हैं. ബ്രിട്ടീഷുകാർ ലോകം ഭരിക്കുമ്പോൾ जब अंग्रेज दुनिया पर राज कर रहे थे, ഈ പിരമിഡുകളെ കുറിച്ച് ഗൗരവത്തിൽ പഠിക്കാൻ തീരുമാനിച്ചു. इन्होंने पिरामिड के बारे में अच्छी खासी जांच करने की कोशिश की. 3 സയന്റിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ഈ സ്ഥലം മുഴുവൻ പഠിക്കാൻ തീരുമാനിച്ചു. उन्होंने 3 वैज्ञानिकों को लगाया और इसकी खोजबीन शुरू की. അതിലൊരു പ്രധാന ഫറവോ വിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഈജിപ്ഷ്യൻ ഭാഷയിൽ ഒരു ബോർഡുണ്ട്. और वहां पर जो मुख्य फिरौन को दबाया गया है, वहां पर एक बोर्ड लिखा है. ഫറവോ ഉറങ്ങുകയാണ്. फिरौन सो रहा है. അയാളുടെ ഈ ഉറക്കത്തിന് ഭംഗം വരുത്തുന്നവൻ മരണത്തിന് ഒരുങ്ങിക്കൊള്ളുക. इसकी निद्रा को भंग करने वाला मृत्यु लायक है. ദീർഘനാളുകൾ ആ സ്ഥലത്തേക്ക് ആർക്കും പ്രവേശനമില്ലാതെ സെക്യൂരിറ്റി ആരെയും കടത്തിവിടാതെ സൂക്ഷിച്ചു വെച്ചു. और लंबे समय तक उस पर निगरानी की जाती थी, किसी को भी करीब नहीं जाने दिया जाता था. സയന്റിസ്റ്റുകൾ ആ സ്ഥലത്ത് വന്നു. वैज्ञानिक उस जगह पर पहुंचे, കാവൽക്കാരെയൊക്കെ മാറ്റി जो सैनिकों को हटाया അവരിനകത്ത് കടന്നു. और अंदर वो गए. ഇതിനകത്തെ കാഴ്ചകൾ അമ്പരപ്പിക്കുന്നതായിരുന്നു. अंदर का नजारा बहुत ही स्तुपित था, चकित करने वाला था. ആ കൂരിരുട്ടിലും ജ്വലിച്ചു നിൽക്കുന്ന വൈഡൂര്യക്കല്ലുകൾ, പൽമരാഗക്കല്ലുകൾ, പലതരത്തിലെ കോഹിനൂർ രത്നങ്ങൾക്കാൾ വിലമതിക്കുന്ന നിരവധി രത്നങ്ങൾ അടങ്ങിയിരിക്കുന്ന പേടകങ്ങൾ അവർ കണ്ടു. उन्होंने जब अंदर जाकर देखा कि गुप्त अंधेरे को भी चकमक जगाने वाले कई रत्न, आभूषण, कोहिनूर से भी ज्यादा महंगे रत्नों की रश्मियां बने हुए कई बक्से वहां पर पड़े हुए थे. അതിലൊരു ഫറവോ മരിച്ചു കിടക്കുന്ന, അദ്ദേഹത്തെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു പേടകം ഉയർത്തി. और उसमें से एक ऐसे बक्से को उन्होंने उठाया जिसमें फिरौन को लिटाया गया था. കാര്യമായ കേടുപാടില്ലാതെ ഒരു മൃതശരീരം, വർഷങ്ങൾ പഴക്കമുള്ളത്. പക്ഷേ ഈ കവിളിന്റെ ഭാഗത്ത് ഒരു ചെറിയ മുറിവ്. यहां पर इतने साल हो गए, उस शरीर में कोई क्षति नहीं हुई थी, लेकिन गाल पर एक छोटी सी चोट या घाव. ഫറവോയെ ഒരു ഈച്ച കുത്തി മരിച്ചു എന്നാണ് ചരിത്രം. और इतिहास ये कहता है कि किसी जहरीली मक्खी ने इसे काटा या डसा होगा, इससे वो मरा है. ഗവേഷകരൊക്കെ അവരുടെ വഴിക്ക് പോയി. जो खोजबीन करने वाले ये सब देखकर चले गए. ബ്രിട്ടീഷ് മ്യൂസിയം ഈ സ്ഥലമൊക്കെ വന്ന് പരിശോധിച്ച് കൂടുതൽ പഠനത്തിന് വേണ്ടി പല സാമ്പിളുകൾ കൊണ്ടുപോയി. और ब्रिटिश के संग्रहालय से लोग आए, यहाँ की चीजों को लेकर गए कि उसके बारे में और खोजबीन की जा सके.
പക്ഷെ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ लेकिन अगले एक हफ्ते के अंदर 3 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ 3 अलग अलग हालातों में ഈ 3 സയന്റിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ये तीनों वैज्ञानिक मार दिए गए या मर गए. അതിന് നേതൃത്വം കൊടുത്ത അതിന്റെ ക്യാപ്റ്റൻ കൊല്ലപ്പെട്ട രീതി ഭയാനകമായിരുന്നു. और उनमें उनका जो मुख्य वैज्ञानिक था उसका मारा जाना अति भयानक था. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ रात को जब वो सो रहे थे അദ്ദേഹത്തിന്റെ കവിളിൽ ഒരു പാമ്പ് കൊത്തി. एक सांप आकर उसके गाल पर डसता है. ഫറവോയുടെ കവിളിൽ എവിടെ വിഷയിച്ച കുത്തി എന്നവർ കരുതുന്നുവോ ഇതേ സ്ഥാനത്തൊരു മുറിവ് അദ്ദേഹം മരിച്ചു. फिरौन के गाल में जहां पर जहरीली मक्खी ने डसा था उसी प्रकार इसके गाल पर भी वो डसना हुआ. ചുരുക്കത്തിൽ ഈജിപ്തിലെ പിരമിഡുകൾ നമുക്ക് പിടിതരാത്ത ദുരൂഹതകളുടെ മാന്ത്രിക ശക്തികളുടെ ഇരുട്ടിന്റെ ശക്തികളുടെ ഒരു കോട്ടയാണ്. संक्षेप में पिरामिड एक ऐसी आमेन जादुई या फिर जादू टोनाओं से इस प्रकार के गलत भयावह कहानियों से और सच्चाइयों से भरी हुई कब्रें हैं, स्थान हैं. അത് ശവങ്ങളെ പൂജിക്കുന്ന മൃതശരീരങ്ങളെ ആരാധിക്കുന്ന ഇരുട്ടിന്റെ കോട്ടയാണ്. और वो शवों की पूजा करने वालों का अंधकार से भरा हुआ एक संप्रदाय है. ഇത്തരം വലിയ ആരാധനകളും ഇത്തരത്തിലെ കൾട്ടുകൾ ധാരാളം നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ് അപ്പുറത്ത് ഒരു പ്രാർത്ഥനാ കുടുംബം. और एक ऐसे ही भयावह बातों से, अंधविश्वासों से या फिर शैतानीय माहौल के अंदर एक तरफ एक परिवार प्रार्थना में लगा हुआ है. ആ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. उस परिवार में एक शिशु जन्मा. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ ആ ജനനം തന്നെ നിയമവിരുദ്ധമായിരുന്നു. जब उसका जन्म हुआ तो सरकार के कानून के खिलाफ था. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഈ കുട്ടി ജനിച്ചുകൂടാ. देश के कानून के मुताबिक इसका जन्म होना नहीं चाहिए. ആൺകുട്ടികൾക്ക് ജനിക്കാൻ അർഹതയില്ലാത്ത, വിശേഷിച്ച് യഹൂദന്മാരുടെ ആൺകുട്ടികൾക്ക് ജനിക്കാൻ അർഹതയില്ലാത്ത നാട്ടിൽ അസാധാരണത്വമുള്ള ഒരു ശിശു ജന്മം കൊണ്ടു. जब यहूदियों के यहाँ पर किसी भी बेटे के जन्म को वर्जित कर रखा था, वहां पर एक असाधारण बच्चे का जन्म हुआ. ഇത്തരം ഒരു കുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ സൂതികർമ്മിണികൾ വിവരം അറിയിക്കണം. और ऐसे जब बच्चे का जन्म होता है तो दाइयों को बताना जरूरी होता है. ജനനത്തിൽ അതിന്റെ കഴുത്തൊടിച്ചു കൊല്ലണം. और जैसे ही जन्म होता है उसको गला दबोच मार दिया जाए. നിയമം അങ്ങനെ നിലനിൽക്കുന്ന നാട്ടിൽ, जिस जगह पर ऐसा कानून बना था, ജനിക്കാൻ അർഹതയില്ലെന്ന് കരുതുന്ന നാട്ടിൽ, जिस जगह पर जन्मने का अधिकार नहीं था, ഈ ഇരുട്ടിനോട് പടപൊരുതാൻ ദൈവം ഒരുവനെ കണ്ടു. इसी अंधकार की चुनौती देने के लिए किसी को परमेश्वर ने चुनकर निकाला. ഈ അജ്ഞതയെ മുഴുവൻ ദൂരീകരിക്കാൻ കേൾപ്പുള്ള ഒരുവൻ ഒരു കുടിലിൽ ജനിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ലോകത്തിന് മനസ്സിലായില്ലെങ്കിലും ഇരുട്ടിന്റെ ശക്തികൾക്ക് ബോധ്യപ്പെട്ടു. चाहे दुनिया को पता नहीं चला कि अज्ञानता के सामने सीना तान कर चुनौती देने वाले का जन्म हुआ है, दुनिया को नहीं पता चला, आत्मिक संसार को, दुष्टात्माओं को पता चल गया. പ്രാർത്ഥിക്കുന്നവന്റെ അമ്മയ്ക്ക്, പ്രാർത്ഥിക്കുന്ന അച്ഛന്, പ്രാർത്ഥിക്കുന്ന സഹോദരിക്ക്, പ്രാർത്ഥിക്കുന്ന ബ്രദറിന് ഒരു കാര്യം മനസ്സിലായി. മറ്റാരിലും കാണാത്ത ഒരസാധാരണത്വം ഞാൻ അവന്റെ മുഖത്ത് വായിച്ചറിയുന്നു. प्रार्थना करने वाली माँ को, प्रार्थना करने वाले पिता को, उसके भाई को, बहन को पता चल गया जो जन्मा है उसके अंदर कुछ अलौकिक है, कुछ असाधारण है. അവന്റെ മുഖകാന്തി ചില ജഗത്തിന്റെ നിശ്ചയദാർഢ്യങ്ങളെ പ്രഘോഷിക്കുന്നു. उसके चेहरे की चमक उसके अंदर की दृढ़ता को और विजय को झलकाती है. മരണത്തിന് വിട്ടുകൊടുക്കാതെ, നിയമത്തിന് വിട്ടുകൊടുക്കാതെ അമ്മ അവനെ മാറോട് ഇടുക്കി പിടിച്ചു. मृत्यु के वश में नहीं दिया, उस कानून के वश में नहीं दिया, बच्चे को अपने गले लगा लिया. ഈ കുട്ടി ഇവിടെ ഉണ്ട് എന്ന ഒറ്റ കാരണത്താൽ ഈ കുടുംബം അഗ്നിക്കിരയാകും. यहाँ पर इस बच्चे के जन्म रूपी एक कारण की वजह से इस घर को जला दिया जा सकता है. സൂതികർമ്മിണികളെ ജയിലിലിടും. दाइयों को जेल में डाला जा सकता है. അടുത്തടുത്ത അടിമക്കുടിലുകളിൽ റെയ്ഡ് ഉണ്ടാകും. और उसके बाद में दूसरे गुलामों के तंबुओं में भी दिक्कतें आ सकती हैं. ഒരു മരണത്തിന്റെ പരമ്പര അവിടെ ഉണ്ടാകും. वहां पर मौत के ऊपर मौत कई कुटीरों में हो सकती है. സാമൂഹ്യ അന്തരീക്ഷമാകെ തകരും. वहां का सामूहिक माहौल बदल सकता है. പക്ഷെ 430 വർഷത്തെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഈ കുട്ടി. लेकिन 430 सालों की प्रार्थना का
उत्तर था ये शिशु। പ്രാർത്ഥിച്ച് പ്രാപിച്ചതൊന്നും നശിക്കാൻ ഇടവരാതെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मैं परमेश्वर का धन्यवाद करता हूं कि प्रार्थना कर अर्थ से भी क्यों न बीत जाए, वो अपना उत्तर अपने समय पर भेजता है। പ്രാർത്ഥിച്ച് കിട്ടിയതൊന്നും നശിക്കാൻ ഇടവരാതെ നമ്മുടെ സമർപ്പണം കുറെ കൂടി കരുത്തുറ്റതാകട്ടെ. परमेश्वर हमको ऐसा बल दे कि प्रार्थना से जो पाया है उसको हम सुरक्षित रखने पाए। മോശേ, हे मूसा, താങ്കൾ കേവലം ഒരു മനുഷ്യനല്ല, आप केवल एक मनुष्य नहीं हैं। 430 വർഷത്തെ കണ്ണീരിന്റെ ഉത്തരമാണ് നീ. 430 सालों के आंसुओं का उत्तर हैं आप। ഞാനും നിങ്ങളും കേവല മനുഷ്യരല്ല, ആരൊക്കെയോ കരഞ്ഞുൽപാദിപ്പിച്ച കണ്ണീരിന്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ. आप और मैं केवल मनुष्य नहीं हैं, कईयों के आंसुओं को पोंछने का उत्तर हैं आप। ദൈവത്തിന്റെ അനുവചനീയമായ ആ വലിയ അഭിഷേകവും നിയോഗവും നമ്മുടെ മീതെയുണ്ട്. ഇരുട്ടിനോട് പോരാടി ജയിക്കാൻ ദൈവം കണ്ട അഭിഷിക്തൻ നമ്മളല്ലെന്ന് ആര് കണ്ടു? और किसको पता कि हम ऐसे अभिषिक्त नहीं हैं कि दुनिया को डराने वाले अंधकार की चुनौती सहकर जीतने वाले लोग यहाँ पर बैठे हैं। പക്ഷേ ആ സൂക്ഷിക്കൽ അത്ര എളുപ്പമല്ല. लेकिन उसको सुरक्षित रखना इतना आसान नहीं था। ആ വീട്ടിൽ അപ്പൻ ജോലിക്ക് പോകണം. उस घर में पिता को बाहर काम में जाना है അഹരോൻ എപ്പോഴും മുറ്റത്ത് നിൽക്കുക. और फिरौन लगभग आंगन में हमेशा खड़ा है। പരിസരത്ത് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ അവനിങ്ങനെ ഓടി നടക്കുക. हारून आंगन के बाहर ही रहता था कि कहीं कोई देख तो नहीं ले। ഈ കുഞ്ഞിന് കരയണമെന്നുണ്ട്, ये बच्चा रोना चाहता है, അവന് ചിരിക്കേണ്ടി വരും. वो हंसना चाहता है। ആ കരച്ചിലോ ചിരിയോ ഈ കുടിൽ വിട്ട് പുറത്തു ചാടി ആരെങ്കിലും കേട്ടാൽ സ്ഥിതിക്ക് മാറ്റം വരും. यदि उसका रोना या हंसना बाहर किसी के द्वारा सुन लिया जाए, माहौल बदल जाएगा वहां का। അതിന് ഈ കുഞ്ഞിനെ അമ്മയെക്കാൾ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ചേച്ചി ഉണ്ടവന്. ऐसा ही इसी अपने शिशु को मां से ज्यादा अपने गोद में चिपकाने वाली उसकी अपनी एक बहन भी है। അവൾക്കറിയാം ഈ കുഞ്ഞിനെ എങ്ങനെ എടുക്കണം. उसको पता है इस बच्चे को कैसे उठाना है। ഈ മോശയുടെ കയ്യിൽ ഈ മിറിയാൻ കിടന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രസംഗിക്കുന്നത് നമുക്ക് എളുപ്പമാണ്. ഇവക്ക് ഇത് എന്തിന്റെ അസുഖാന്നൊക്കെ ചോദിക്കാനും മിറിയാമിനെ വിമർശിക്കാനും എളുപ്പമാണ്. यहाँ पर जब मूसा के मामले में जब मिरियम वगैरह की बात हम पढ़ते हैं कि कैसे उन्होंने आरोप लगाया, तो उस पर बड़े खुले प्रचार करना तो आसान है। അമ്മയെക്കാൾ റിസ്ക് എടുത്താന്നേ ഈ കുഞ്ഞാവെ ഇവള് വളർത്തിക്കൊണ്ടുവന്നേ. लेकिन अपनी मां से भी ज्यादा इस शिशु के पालन में इस बहन ने जोखिम उठाया था। അവന്റെ ശബ്ദം പുറത്തു വരുമ്പോഴൊക്കെ അവൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വായ കൊണ്ട് തപ്പി പിടിക്കും. जब उसकी आवाज बाहर निकली तो एडजस्ट करके उसके मुंह को वो बांध रोकती दबाती कि आवाज बाहर न आए। അവൻ ചിരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അത് കേൾപ്പിക്കാതെ മാറ്റും. और जब वो हंसने की कोशिश करता तो जैसे तैसे उसे भी वो छुपाती। അത് സഹോദരിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവാണെന്നേ. ये बहन के अंदर की एक विशेष खासियत थी। എനിക്ക് 3 കുട്ടികളാണ്. मेरे 3 बच्चे हैं। അതിൽ മൂത്ത ആള് ഇപ്പൊ വിവാഹമൊക്കെ കഴിഞ്ഞു. वो सबसे जो बड़ा है उसकी शादी वगैरह हो गई है പെൺകുട്ടിയാണ്. രണ്ടാമത്തതും പെൺകുട്ടിയാണ്. और वो बेटी है और दूसरी वाली भी बेटी है ഏറ്റവും ചെറുത് ഒരു ആൺകുട്ടിയാണ്. और सबसे तीसरा है बेटा അവൻ BCA 2ാം വർഷം പഠിക്കുന്നു. और वो BCA दूसरा साल कर रहा है। അവൻ ഈ ചെറിയ കുസൃതിയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ശിക്ഷിക്കാൻ വിളിക്കുമല്ലോ. और छोटी छोटी शरारत जब वो करता है तो हम सजा देने के लिए बुलाते हैं। അപ്പൊ ഇവനിട്ട് തല്ലുന്നത് വലിയ കൊച്ചിന് വലിയ സങ്കടമാണ്. तो इसको जब मारते हुए बड़ी वाली देखती है तो बहुत दुख होता है उसे। ഈ രണ്ടാമത്തെ ആളത് വലിയ സന്തോഷമാണ്. और दूसरी वाली जो है उसको खुशी होती है। അപ്പൊ ഈ കുറ്റങ്ങളെല്ലാം ഇവൾ എന്നോട് പറയും. तो आकर उसने जो जो गलत किया सब मुझे बताते हैं। ഇവനിട്ട് അടി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ और जब ये पक्का हो जाता है कि पड़ेगी मार, ഈ മൂത്തയാൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവനെ അടിക്കുന്ന പോലെ ഒരു ആക്ഷനൊക്കെ കാണിച്ച് വഴക്ക് പറഞ്ഞ് ഇവനെയും കൊണ്ടങ്ങ് പോകും. और जो बड़ी वाली है ऐसे ही आकर तू क्या करता है ऐसी नाटक दिखाकर उसको परे ले जाती। പിന്നെ നമുക്ക് വിട്ടു തരികയില്ല. हमारे हाथ में आने ही नहीं देती, കാരണം അവനെ തല്ലുന്ന ഇഷ്ടമല്ല. क्योंकि उसे पसंद नहीं है कि कोई उसे मारे। അത് വിഷമാണ്. उसे दुख होता है। കാരണം पता है क्यों? അതാണ് ഈ ചേച്ചിയുടെ ഒരു കെയറേ. क्योंकि बहन की संभाल यही है। ആ ചേച്ചിയുടെ കൈക്ക് കുഷ്ഠരോഗം വന്നു എന്ന് പറയുമ്പോൾ പ്രസംഗിക്കുന്ന നമുക്ക് എളുപ്പമാണ്, വിമർശിക്കാൻ. മോശം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ട്. लेकिन यहाँ पर जब उसी बहन को कोड लग गया उसके ऊपर प्रचार करना आसान है, लेकिन वहां की दिक्कत कुछ और है, हमें समझना है। നമ്മൾ കണ്ടത് ദൈവത്തിന്റെ ശിക്ഷ പോലെ കുഷ്ഠരോഗം ബാധിച്ചൊരു കൈയാണ്. हमने देखा कि परमेश्वर का एक दंड उतरा और उसका हाथ पूरा कोड से भर गया। അവൻ കണ്ടതേ സ്വന്തം ഭക്ഷണം വേണ്ടാന്ന് കരുതി അവന് വാരി വാരി കൊടുത്ത കൈ അവൻ കണ്ടേ. लेकिन उसने पता क्या देखा, ये हाथ वो थे खुद नहीं खाया, इसको खिलाया।
അത് സഹിക്കാൻ പ്രയാസമാണ്. वो सह नहीं पाई थी, वो सह नहीं पाया था. वो അനുഭവങ്ങളിലൂടെ ചിലത് മനസ്സിലാക്കാൻ പറ്റൂ. अनुभव ही तो हमें बहुत कुछ सिखाते हैं. അത് പ്രസംഗിച്ചു വിടുന്ന പോലെ എളുപ്പമല്ല. प्रचार करने की तरह वो आसान नहीं है. വൈകാരികമായ ഒട്ടേറെ സംഘർഷങ്ങളുണ്ടെന്നേ മോശയ്ക്ക്. मूसा के सामने भावनात्मक लड़ाइयां, संघर्ष बहुत उसको सहने पड़े. നമുക്ക് ആ വിഷയത്തിലേക്ക് ഒന്ന് വരാം. उस विषय को भी हम थोड़ा छूते हैं. അപ്പൊ നിങ്ങൾക്ക് ഒരു പശ്ചാത്തലം അത്യാവശ്യം മനസ്സിലായി. अब आपको पता चल गया होगा कि यहाँ का माहौल क्या है जब ये कहा गया है. അതിലെ ആ സ്റ്റോറി പോലുള്ളതൊക്കെ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. तो इनकी जो यहाँ के अंदर की कहानी वगैरह तो आपको पता है, उसको मैं ज्यादा बताना नहीं चाहता. പക്ഷെ ഒരു ദിവസം, लेकिन एक दिन, ഏതാണ്ട് 90 ദിവസമായി. करीब 90 दिन हो गए. കാരണം ഈ ചന്ദ്ര പഞ്ചാംഗമാണ്, സോളാർ അല്ലല്ലോ, മറ്റേ എന്താ ലൂണാറോ, ആ അതാണ് കലണ്ടർ. അപ്പോൾ 360 ദിവസമാണ്. और वहां पे 360 दिन है. वहां का चंद्र पंचांग कैलेंडर, हमें चंद्रमा का कैलेंडर वो पालन किया करते थे. ഏതാണ്ട് 90 ദിവസം, ഒരു 3 മാസമായി. और 90 दिन, करीब 3 महीने हो गए. അപ്പൊ ഈ കുഞ്ഞ് ഏതാണ്ട് അവന്റെ ശബ്ദമൊക്കെ പുറത്തു വരാറായി. लगभग इस बच्चे की आवाज अब बाहर आने लगी. ഇനിയും വയ്യ ഇവിടെ വളർത്താൻ വയ്യ. अब इसको पालन पोषण मुश्किल हो रहा है, ഇത് ചക്രവർത്തി അറിയും. क्योंकि सम्राट को पता चल जाएगा. തനിക്ക് മാത്രമല്ല 100 കണക്കിന് അടിമകൾക്ക് ശിക്ഷ കിട്ടും. इतना इनको ही नहीं, वहां पर जितने गुलाम हैं सबको सजा मिलेगी. സുഹൃത്തുക്കൾ പറഞ്ഞു കാണും, നീ അങ്ങനെ ചെയ്യല്ലേ. दोस्तों ने कहा होगा ऐसा मत करना. അപ്പൻ അനുഭവിച്ചൊരു വ്യഥയുണ്ടേ. पिता वहां पे बहुत दुख में है. वो ഈ 90 ദിവസം വരെ ഇവൻ നിന്നല്ലോ. 90 दिन तक वो उसने उसे पकड़े रखा, बनाए रखा. അന്നേ മരിച്ചു പോയെങ്കിൽ കൊള്ളായിരുന്നു. उसी दिन मर जाता तो शायद थोड़ा आसान हो जाता. നഷ്ടപ്പെട്ടു പോയെങ്കിൽ കൊള്ളായിരുന്നു. खो जाता तो शायद आसान हो जाता. പക്ഷെ പറ്റുന്നില്ല. लेकिन नहीं हो रहा ये सब. കൊന്നുകളയാൻ വയ്യ, मार नहीं सकते, ഏൽപ്പിച്ചു കൊടുക്കാൻ വയ്യ. किसी को ऐसे ही दे नहीं सकते. അപ്പൻ കടന്നുപോയ വ്യഥയുടെ ആഴമറിയുമോ? आप देख सकते हैं किस दुख में से पिता होकर गया होगा. അസഹനീയമായ ദുഃഖ, असहनीय दुख है उसमें, കടുത്ത വേദനയാ. बड़ा दर्द है उसमें. ആ പ്രതിസന്ധിക്കുള്ളിൽ ആ മനുഷ്യൻ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുക. और उसी बड़ी कठिन दौर में खुद फंसा पड़ा है पिता. ഏതോ ഭ്രാന്തമായ ഒരു ആവേശം അദ്ദേഹത്തിൽ വന്നു. उसके अंदर एक ऐसे अचानक आवेग आता है. നൈൽ നദിയുടെ തീരത്ത് നിൽക്കുന്ന ഞാങ്ങണ ചെടികളെ കണ്ടു. उसने वहां पे नील नदी के किनारे लगे सरकंडों को देखा. ഭക്തിപുരസര ഈജിപ്തുകാർ ആരാധിക്കുന്ന ആ ചെടിയുടെ അരികിൽ ചെന്നു. और जिनको भक्ति के साथ पूजा किया करते थे उसी पौधे के पास ये पहुंचा. അതിൽ ചിലതിനെ വെട്ടിയെടുത്തു. उसमें से कुछ कंडे उसने काटे. മതവികാരം വ്രണപ്പെടുമോ? क्या उनकी धार्मिक संवेदनाओं पर ठेस पहुंचेगी? ആളുകൾ ആക്രമിക്കാൻ വരുമോ? क्या लोग हमला करेंगे? ഒന്നും ഓർത്തില്ല. कुछ नहीं सोचा. ആ ചെടി മുറിച്ചെടുത്തു. उन पौधों को काटा ആ ഈറപ്പൊളികൾ, അതിന്റെ ആ സ്റ്റെമ്മിന്റെ പുറത്തുള്ള ഭാഗമൊക്കെ മുറിച്ചെടുത്തു. और उनके तने के ऊपर की जितनी भी छाले थी वो सब निकाली. അതുകൊണ്ട് കുട്ടകണക്കെ ഒന്നുണ്ടാക്കി. और उनसे एक छोटी सी टोकरी बनाई. അതിലേക്ക് വെള്ളം കടക്കാതിരിക്കാൻ പശ തൂത്തു. और उसके ऊपर पानी अंदर नहीं आने के लिए लार पूरी चिपकाई. മാർദ്ദമുള്ള തുണി വെച്ചു. और उसके ऊपर अच्छे वस्त्र रखे. ഇതൊരു പെട്ടി കണക്കെ കൊണ്ടുവരിക. और ऐसे एक बक्सा बनाकर लेकर आया. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ചേച്ചിയുണ്ട്, അവൾക്ക് അധികം പ്രായമില്ല. और ये सब बना रहे थे तो जो अंदर ये इसकी बहन भी हो, वो भी ज्यादा बड़ी उम्र की नहीं है. ഈ ചേച്ചി അടുത്ത് വരിക. ये बहन भी सामने आती है. അവൾ ചോദിക്കുക, ഇത് എന്തിനാ? और वो पूछती है कि ये क्यों बना रहे हो. തൊട്ടപ്പുറത്ത് അഹരോന് കാര്യം പിടികിട്ടി. यहाँ पे हेरोन को एक बात पता चल गई. वहां അവനൊന്നും ചോദിക്കുന്നില്ല. वो कुछ नहीं पूछ रहा है. പെങ്കൊച്ചിന്റെ ചോദ്യമല്ലേ? लेकिन बहन का प्रश्न है. ഒത്തിരിയായി. बहुत ऐसा होता गया. അപ്പന് സത്യം പറയാൻ പറ്റുന്നില്ല. पिता अब सच नहीं बता पा रहा. ചിലരുടെ സത്യങ്ങൾ അങ്ങനെ, कुछ सच ऐसे होते हैं അത് നമ്മളെ വേദനിപ്പിക്കും. हमें दर्द देते हैं. അത് പറയാതിരിക്കുക നല്ലത്. हम नहीं कहे तो अच्छा है. ഈ മോള് കുത്തി കുത്തി ചോദിക്കുമ്പോൾ ये बहन भी पूछ रही है बार बार. അകത്തെ വ്രണം ശക്തമായി. लेकिन वो अंदर वो कहना नहीं चाहता था. ഈ വേദന ഇവിടെ പങ്കിടും. ये दर्द अब बताऊं किसको. ആ വിലപിടിപ്പുള്ളതൊക്കെ ഇങ്ങനെ വേദനിച്ച് സംരക്ഷിക്കാനുള്ളതാ. जितनी कीमती चीजें हैं दर्द सहकर भी संभालना जरूरी होता है. ചിലതരം പ്രാപിച്ച ദർശനങ്ങൾ നമ്മളെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. और कईयों के पाए हुए दर्शन हमको दर्द देते रहते हैं. ചിലതരം പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വേദന തന്നുകൊണ്ടിരിക്കും. कईयों के प्रार्थना के उत्तर हमारे अंदर दर्द बनकर बैठे रहते हैं. അപ്പോഴൊന്നും കീഴടങ്ങരുത്. उस समय कभी हार मत मानना. അന്തിമ വിജയം നമ്മുടേതാ. अंतिम विजय हमारी है. അവസാന വിജയം നമ്മുടേതാ. अंतिम विजय हमारी है. ഇവനൊന്നും സംഭവിക്കില്ല. इसके बीच में कुछ नहीं होगा. അന്നൊന്നും ചിന്തിക്കാൻ വയ്യ. उस समय वो सोच नहीं पा रहा. അവസാനം അപ്പൻ പറഞ്ഞു, अंत में पिता ने कहा, ഇതേ കുഞ്ഞുവാവയ്ക്ക് തൊട്ടിയാ. ये उस छोटे बच्चे के लिए मैं एक
पालकी लेकर आया ഈ हूं। പപ്പായല്ലേ പറഞ്ഞേ കുഞ്ഞുവാവയ്ക്ക് ഇവിടെ ഉണ്ടെന്ന് പറയരുത്, ആട്ടരുത്, അതിനെ ലാളിക്കരുത് എന്നൊക്കെ പറഞ്ഞല്ലേ. और खटोला मैं लेकर आया हूं। अभी पिता ने कहा कि इसको ऐसा लाड़ प्यार नहीं देना, झिलाना नहीं, ये सब उसने कहा था। അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. अब बेटी कुछ समझ नहीं पा रही है। അമ്മയുടെ അടുത്ത് ചെന്നു. माँ के पास गए, അമ്മയ്ക്കൊന്നും പറയാനില്ല. माँ कुछ कह नहीं पा रही। ഒടുക്കം अंत में അമ്മയുടെ പക്കൽ നീ കുട്ടി അപ്പൻ എടുക്കുക. पिता इस बेटे को माँ की गोद से लेता है। ആ അമ്മയുടെ മനസ്സോർത്താട്ടെ. मन, माँ के मन को देखिएगा, അതിങ്ങനെ ആഗ്രഹത്തോടെ പാലൂട്ടുക. बहुत ही बड़ी इच्छा से वहां पे दूध पिला रही थी। വീണ്ടും വീണ്ടും പാലൂട്ടുക. बार बार वो दूध पिला रही थी। അവൾക്കറിയാം ഇനി പാലൂട്ടേണ്ടി വരില്ല. उसे पता है कि अब दूध नहीं पिला पाऊंगी, വിട പറയാൻ പോവാ. उससे विदा हो रही है। ഒടുക്കം ഒരു വിധത്തിൽ और अंत में जैसे तैसे ഈ കുഞ്ഞിനെ ഇതിൽ കിടത്തി उसको, बच्चे को उसमें लिटाया, ഇതും കൊണ്ട് പോവാ. उसको लेके जा रहे हैं। ഈ പോകുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥ ഓർത്തോ. ये लेकर जाने वाले इस मनुष्य की मानसिक हालत को सोचिएगा, അമ്മയുടെ മാനസികാവസ്ഥ ഓർത്തോ. माँ की हालत को सोचिएगा, അഹരോന്റെ അവസ്ഥ ഓർത്തോ. हारून की अवस्था देखिए। പെൺകുട്ടി പിന്തുടരുക. बच्ची पीछे ही आ रही है, ഈ കുഞ്ഞുമായി ദീർഘദൂരം इस बच्चे के साथ दूर चलते चले गए। തടം തല്ലി ആർക്കുന്ന നൈലിന്റെ തീരത്തവരെത്തി. और वहां पर उस नील नदी के किनारे पहुंचे। ആരാണ് നൈൽ? ये नील कौन है? ഈജിപ്ഷ്യരുടെ പ്രധാന ദേവന്മാരിൽ ഒരാൾ. नील के देवताओं में प्रमुख एक देवता है वो। ആരാണ് മോശ? मूसा कौन है? നൈൽ നദിയേക്കാൾ വലിയ ചെങ്കടലും പിളരാൻ ദൈവം കണ്ട അഭിഷിക്തൻ. नील नदी से भी बड़े एक समुद्र को फाड़ने के लिए नियुक्त किया गया अभिषिक्त, പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ. वो पुराने नियम का बिछुआई, ഒരു ജനതയെ മുഴുവൻ രൂപപ്പെടുത്തേണ്ട രാഷ്ട്രീയ നേതാവ്. पूरी एक प्रजा को बदलने के लिए तैयार किया गया एक राष्ट्रीय नेता। ഈ കുഞ്ഞിനെ ഇതാ ഈ പെട്ടകത്തിൽ കിടത്തി. इस बच्चे को उस बक्से में रखा, നൈൽ നദിയിലേക്ക് വെച്ചു കൊടുത്തു. नील नदी में उसे रखा। അവിടെ മുതലകളുണ്ട്, वहां पर मगरमच्छ हैं, ചുഴികളുണ്ട്, वहां पे बवंडर हैं, അരുവികളുണ്ട്, वहां पे बहुत सारे ऐसे मुहाने हैं जहां से पानी बह निकल जाता है। പലതരത്തിൽ മരണ ഉറപ്പാ. कई प्रकार से मौतें आ सकती हैं। ഈജിപ്ഷ്യരുടെ ദേവനായ നൈൽ ഒഴുകുന്നു. और यहाँ पर जब नील नदी मिस्र में से बहती है, മുകളിൽ സൂര്യന്റെ തിളക്കം. ऊपर सूरज की चमक है। ഈ കനത്ത ചൂടിൽ ഞാൻ നിന്നെ ഉരുക്കി കൊല്ലും. और ये जो सूरज है उसकी अपनी रश्मि में उसे मारने की चेतावनी देता है। ഈ വെള്ളം നിന്നെ മുക്കിക്കൊല്ലും. ये पानी तुझे डुबाने की चेतावनी देता है। മരണത്തിന്റെ രണ്ട് സൂചനകൾക്ക് ഇടയിൽ ഒരു കുഞ്ഞിങ്ങനെ ഒഴുകി പോവാ. मौत की दो सूचनाओं के बीच में एक शिशु बहता जा रहा है। പ്രാർത്ഥിച്ച് പ്രാപിച്ചതിന്റെ ഒക്കെ വില ഇങ്ങനെയാണ് ദൈവം ബോധ്യപ്പെടുത്തുന്നത്. प्रार्थना करने वाले के सामने कीमत को परमेश्वर ऐसे ही सुझाता है। പ്രതിസന്ധിയിലൂടെ കടക്കുമ്പോഴൊക്കെ ഭക്തൻ നിശ്ചയിച്ചു കൊള്ളണം, അത് വെറുതെയല്ല, ദൈവ പദ്ധതിയിലൂടെയാണ് എന്റെ സഞ്ചാരം. प्रतिकूलताओं के बीच में से एक भक्त का जाना व्यर्थ नहीं होता है, ऐसा ही होता है ईश्वरीय बुलाहट की यात्रा का भाग। തുടർന്ന് സംഭവിക്കുന്ന കാണാൻ ത്രാണിയില്ലാത്ത അപ്പൻ വീട്ടിലേക്ക് ഓടി. उसके बाद में जो होने वाला था उसको देख नहीं पा रहा था, पिता छोड़कर चला गया। ഈ പുരുഷൻ സാധാരണഗതിയിൽ അങ്ങനെ കരയാറില്ല. पुरुष अक्सर ऐसा वो नहीं किया करता है। അമ്മയും അപ്പനും മരിച്ചാലും ഈ പുരുഷന് കരയാൻ പറ്റില്ല. यहाँ पर चाहे किसी की मृत्यु हो जाए, क्योंकि वो पुरुष है, वो रो नहीं सकता है। അയാൾ കരയുന്നത് കിടക്കയിലാണ്. वो बिस्तर पर रोएगा, मृत्युशैया, वो बिस्तर पर रोएगा। അയാൾ കരയുന്നത് സ്വകാര്യതയിലാണ്. अपने अमेन गोपनीयता में, अकेले में वो रो सकता है। ആ നെഞ്ചിരുന്നുരുകയാണ്. उसके दिल के अंदर वो तड़प है। പക്ഷെ ഭാര്യക്കറിയാം लेकिन पत्नी को पता है, ആ ഹൃദയത്തിന്റെ വേദന. वह उसके दिल की दर्द को वो जानती है। അവര് പറയാ, वो कहती है സാരില്ല, कोई बात नहीं, അങ്ങിങ്ങനെ കരയില്ലേ, ऐसे मत रोएं आप, നൊന്തുപറ്റ എനിക്ക് जिसको मैंने दुख के साथ जन्मा है, അങ്ങേപ്പോലെ വേദനയുണ്ട്. आप ही की तरह दर्द है। അങ്ങ് ചങ്ക് തകർന്ന് കരഞ്ഞാൽ यहाँ पर यदि आप दिल फाड़ यदि रोने लगे, അസഹനീയമാ. असहनीय है वो। അപ്പോഴും അഹരോൻ മിണ്ടാതെ നിൽക്കുക. तो भी हारून वहां चुपचाप खड़ा है। ആ വീടിന്റെ അവസ്ഥ ഓർത്തേ. उस घर के माहौल को सोचिएगा। ഒരു സന്തോഷമുണ്ട്, एक खुशी की बात है, ഏത് നഷ്ടത്തിലും हर नाश में ഒരു ഐക്യത. एक एकता वहां पर थी। പകല് കർത്തൃദാസിയതാ സംസാരിച്ചേ. परमेश्वर की दासी ने भी यहाँ यही बताया था, പകല് കർത്തൃദാസനതാ സംസാരിച്ചേ. परमेश्वर के सेवक ने भी यही बताया था। ആത്മാവിന്റെ ഐക്യത, आत्मा की एकता, പ്രാർത്ഥനയുടെ ഐക്യത, प्रार्थना की एकता, ഹൃദയത്തിന്റെ ഐക്യത. दिल की एकता। അവരങ്ങനെ നിൽക്കുക.
ये उस वहां पर बनी हुई थी അപ്പോഴാ പെൺകുട്ടി അവിടെ ഉണ്ടേ. और उस समय वो बहन भी वहां पर है. ശിശുവിന് എന്ത് ഭവിക്കും? शिशु के साथ क्या होगा? അവളുടെ ആകാംക്ഷ വിട്ടുപോകുന്നില്ല. वो अपनी आशा छोड़ नहीं रही है. അവൾക്ക് കളയാൻ മനസ്സ് വരുന്നില്ല. उसे छोड़ने का मन उसमें नहीं है. പക്ഷെ ഒരു പരാജയം ഉണ്ടായില്ല. लेकिन कोई भी शिकायत नहीं हुई. സംഭവം നിങ്ങൾക്കറിയാമല്ലോ. सारी घटनाएं आपको पता हैं. ഫറവോയുടെ പുത്രി എടുത്തു. फिरौन की पुत्री उसे लेकर जाती है. മിറിയാമിന്റെ സഹായം തേടി. मिरियम की सहायता उसे मिलती है. മിറിയാമിനൊപ്പം നടന്ന് ഈ വീട്ടിലേക്ക് വരിക. और मरियम के साथ में उस घर पर पहुंचती है. പലരുടെ കയ്യിൽ അവൻ മാറി മാറി പോയി. कईयों के हाथों में वो बदलता चला गया. അപ്പോഴൊക്കെ അവൻ കരഞ്ഞു. तब वो रोई. മിറിയാം കയ്യിലെടുത്തു. मिरियम ने उसे हाथ में लिया. അവന്റെ കരച്ചിൽ തിന്നു. उसका रोना बंद हो गया. നൈൽ നദിയുടെ തീരത്തൂടി അവൾ വരിക. नील नदी के किनारे से वो चलते जा रहे हैं. ഇന്നലെ വരെ അവന്റെ ശബ്ദം പുറത്തു കേട്ടുകൂടാ. कल तक उसकी आवाज बंद की जाती थी. ഇന്നലെ വരെ അവന്റെ കരച്ചിൽ പുറത്തു കേട്ടുകൂടാ. कल तक रोना बाहर सुनाई नहीं पड़ सकता था. പക്ഷെ ആ നൈലിന്റെ തൊട്ട് തീരത്തുകൂടി ഇന്ന് ആരും കേൾക്കട്ടെ എന്ന് കരുതി അവനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജയാളിയായി വരിക ഈ പെൺകുട്ടി. लेकिन यहाँ पर उसकी उसी आवाज को ये कहते हुए कि सबको सुनाई पड़े तो पड़े, विजयी होकर बहन बच्चे को उठा चलने लगी किनारे. 3 മാസം അടക്കി വെച്ച അവന്റെ വേദനകൾ, അവന്റെ ആ കണ്ണീര് ഇതെല്ലാം പുറത്തു വരിക. 3 महीने जो छिपा रखा था, दबा रखा था, वो दर्द, वो आंसू या वो रोना बह निकला. വീടോടടുത്തപ്പോൾ അമ്മ തിരിച്ചറിഞ്ഞു. जब घर के पास पहुंची तो माँ को पता चला. കുഞ്ഞിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. बच्चे की आवाज उसे पता चल गई. അതാണ് അമ്മ. ये ऐसी होती है माँ. ഏത് തിരക്കിലും നിങ്ങളുടെ ശബ്ദം തിരിച്ചറിയും. और आपके शब्दों को वो पहचान जाती है. ഏത് വേദനിക്കുന്ന കുഞ്ഞിന്റെ ശബ്ദവും അമ്മ തിരിച്ചറിയും. हर दर्द भरे बच्चे की आवाज को एक माँ पहचान जाती है. മുതല വിഴുങ്ങേണ്ട, जिसको मगरमच्छ खा सकता था, വെള്ളത്തിൽ തീരേണ്ട, जो पानी डुबो सकता था, ആ കുഞ്ഞിന്റെ ശബ്ദം അമ്മ കേട്ടു. उसी बच्चे की आवाज माँ ने सुनी. പ്രതീക്ഷയോടെ പുറത്തിറങ്ങുമ്പോ प्रतीक्षा के साथ जब बाहर निकली, ഇതാ കൊട്ടാരത്തിൽ വന്ന ജീവനക്കാരുണ്ടേ. उस महल से आया हुआ वही वहां का सिपाही, ആദരവോടെ അവരെ വണങ്ങുക. और वो सब उसके सामने नमन कर रहे हैं. ഈ കുട്ടിയെ വളർത്തണം. क्या इस बच्चे का पालन पोषण करना है? അവനെ പാലൂട്ടണം. उसे दूध पिलाना है. അവന്റെ പഠനം അങ്ങ उसकी शिक्षा वगैरह वहां से होगी. പരിപാലിക്കേണ്ട നിങ്ങളാ. आप उसको पालेंगी पोसेंगी. ഇത് രാജകുമാരനാ. ये राजकुमार है വളർത്തേണ്ട രാജകീയ രീതിയിലാ. और राजकीय तरीके से पालना पोसना है. അതുകൊണ്ട് രാജകുമാരന് മുല കൊടുക്കേണ്ട, പാല് കൊടുക്കേണ്ട അമ്മയ്ക്ക് പോഷകാഹാരം വേണം. और इसीलिए राजकुमार को दूध पिलाने वाली माँ को भी पोषक भोजन की जरूरत है. പരിഗണനകൾ മാറുക. वो सारे उनके लिए किए गए. സ്ഥിതിഗതികൾ മാറുക. वहाँ के हालात बदलने लगे. വിലയും നിലയും മാറുക. वहाँ का भाव मूल्य बदलने लगा. പ്രതീക്ഷകൾ മാറുക. सारी आशाएं बदलने लगी. മരണം പ്രതീക്ഷിച്ച ഇടത്ത്, തകർച്ച പ്രതീക്ഷിച്ച ഇടത്ത് അതിന് നേരെ തിരികിടാൻ കഴിയുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. जहाँ पर आशा केवल मौत की थी, कहाँ पर आशा केवल निराशा की थी, वहाँ पर ईश्वरीय आशा आती है. മോശ വളർന്നു. मूसा बढ़ने लगा. ബാക്കി കഥകൾ നമുക്കറിയാം. बाकी कहानी हम सबको पता है. ഒടുക്കം കൊട്ടാരം വിട്ട് പോകേണ്ടി വന്നു. उसके बाद महल से वो बाहर निकला. അടുത്ത 40 വർഷം, अगले 40 साल, ആദ്യത്തെ 40 വർഷം കൊട്ടാരത്തിൽ, पहले 40 साल महल में, അടുത്ത 40 വർഷം അമ്മായിപ്പന്റെ കൂടെ. अगले 40 साल ससुर के साथ. ഏതായാലും 80 വയസ്സുള്ളപ്പോഴാണ് പിന്നെ മിനിസ്ട്രിക്ക് ഇറങ്ങുന്നത്. और 50-80 का जब हुआ तब सेवकाई के लिए निकला. 80 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും മിനിസ്ട്രിക്ക് വിളിക്കുമോ? 80 साल के हमारे किसी में से किसी को कोई सेवकाई के लिए बुलाएगा? 80 വയസ്സല്ല, അതിലും ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ചെന്നാൽ പഴയ ബൈസ്കൂളിലും വിളിയുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. और 80 नहीं, उससे आधे भी उम्र वाले हो तो दोबारा पूछेंगे बुलाहट है. ഞാൻ തരക്കേടില്ലാത്ത മാർക്കിലൊക്കെ പാസ്സായിട്ടാണ് ബൈബിൾ കോളേജിൽ പഠിക്കാൻ ചെല്ലുന്നത്. मैं भी बाइबल कॉलेज में जब गया, जैसे तैसे अच्छे मार्क वगैरह मैंने भी अर्जित किए, तब मैं गया. എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ബോർഡിലെ സാറ് ആകെ കൂടി നോക്കിയിട്ട് ഒറ്റയടിക്ക് തന്നെ പറഞ്ഞു വിളിയില്ലെന്ന് പറഞ്ഞു. और मेरा इंटरव्यू करने वाले सर ने ज्यादा पूछा नहीं, पूछा पता नहीं, ऊपर से नीचे देखकर बोला बुलाहट नहीं है. അങ്ങനെ ആദ്യ റൗണ്ടിൽ തിരിച്ചു വിട്ടു. थोड़ा हंसे वो. ആദ്യ റൗണ്ടിൽ തിരിച്ചു വിട്ടു. पहले राउंड में वापस भेज दिया. ഞാൻ വേറെ സ്ഥലത്ത് പോയി പഠിച്ചു. जाके जैसे तैसे मैंने फिर भी पढ़ाई करी. കാലം ഒത്തിരി കഴിഞ്ഞ് എനിക്ക് വിളിയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പഠിപ്പിച്ചു. അത് വേറെ കാര്യം. ओह, ടീച്ച് ചെയ്തു. ടീച്ചറായിട്ട് काफी सालों के बाद में मैंने भी पढ़ लिख कर फिर पढ़ाना और सिखाना भी शुरू किया. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. एक बात मुझे पता चल गई, വിളിയില്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റിയിരുന്നുള്ളൂ, പഠിപ്പിക്കാൻ പറ്റും. यहाँ पे जब बुलाहट नहीं है तो पढ़ नहीं सकते, पढ़ा जरूर सकते हैं. അവരോടൊന്നും പറഞ്ഞിട്ടില്ല.
അവരോടൊന്നും പറഞ്ഞില്ല. मैंने उनको कुछ नहीं कहा. നമ്മുടെ ആ അത്തരം ഇന്റർവ്യൂകളൊക്കെ വിളിയുള്ള ഒത്തിരി പേരുടെ വിളി കളയുകയും ചെയ്ത് ഈ വിളി എങ്ങനെ തിരിച്ചറിയുന്നത്? ये बुला इंटरव्यू करने वालों ने कितनी की बुलाहट को जिनमें थी उनमें भी बोल दिया नहीं है. बुलाहट पता कैसे करेंगे हम? എന്നെ ദൈവം വിളിച്ചോ ഇല്ലയോ എന്ന് ഇന്റർവ്യൂ ബോർഡിന് എങ്ങനെ അറിയാം? अब मेरे को बुलाया नहीं बुलाया है इंटरव्यू में बैठे हुए बॉस साहब आपको कैसे पता? ഈ പാട്ട് പാടുന്നവരോട് ഇന്നലെ പറഞ്ഞ പോലെ ഒരു കാര്യം പെണങ്ങല്ലേ. गीत गाने वाले जो लोग हैं कल भी मैंने कहा था गुस्सा मत होइएगा मुझसे. പാടുന്ന ആള് പറയും ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. गाने वाले लोग कहते हैं कि एक हल्लेलुया बोलो. ഹല്ലേലൂയ പറയുമ്പോൾ ഇവര് പറയാ പോരാ. जब हल्लेलुया बोलते हैं तो वो बोलते हैं ना इतना काफी नहीं है. എന്ത് പോരാന്ന്? क्या काफी नहीं है? ശബ്ദം പോരെന്നാണോ? आवाज काफी नहीं है? ആത്മാർത്ഥ പോരെന്നാണോ? या पूरा दिल आत्मा काफी नहीं है? എന്താ എന്റെ കുഴപ്പം പറഞ്ഞ എനിക്ക് തിരുത്താനായി പറയുന്നത്. अरे बता तो भैया काफी क्या नहीं है, दिक्कत कहाँ है, सही करना है. എനിക്ക് ഇനിയൊന്ന് മാറ്റണം. അത് मेरे को वो तरीका थोड़ा बदलना है, बताना. ഈയിടയ്ക്ക് ഞാൻ ഒരിടത്ത് ചെന്നു. ഒരു കൺവെൻഷൻ ഇല്ല. एक कन्वेंशन में मैं गया. ഒരു ചങ്ങാതി പറയാണ് एक भाई कहता है ചിലരിന്ന് വിടിവിക്കപ്പെടാൻ പോവാണ്. ചിലർ हाँ हाँ कुछ यहाँ छुटकारा पाएंगे. ചിലരെ രോഗം മാറാൻ പോവാണ്. कईयों की बीमारियां, कुछ लोगों की बीमारियां दूर होंगी. ചിലരെ ട്യൂമർ മാറിപ്പോകുന്നു. कईयों की गांठें ट्यूमर दूर हो रहे हैं. ഞാൻ പറഞ്ഞു ചിലരെ മാറ്റാതെ എല്ലാവരെയും അങ്ങ് മാറ്റും. मैंने कहा ये कुछ कुछ क्या बोल रहा है, सबका बोलना. എന്തിനായി വിവേചിക്കുന്നത്? എല്ലാവരെയും പ്രശ്നം തീരട്ടെ. सबका होने देना एक साथ है. ഏതായാലും ഇതുള്ളതാവും എല്ലാവർക്കും കൂടെ കൊടു. कुछ भी हो सम्मेलन हो रहा है सबका होने दो. ഇത് എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയണം. ये सबको अनुभव होना चाहिए ना. ദൈവം പറയും അങ്ങനെ എല്ലാവർക്കും ഇല്ല, ചിലർക്കേ ഉള്ളൂ, സംഗതി കുറവാ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുമോ? और क्या परमेश्वर ऐसा कहेगा यार मेरे खजाने में थोड़ा है कुछ कुछ को दे देता हूँ बाकी के लिए बाद में देखता हूँ. ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുക. जैसे तैसे एडजस्ट करके लेके चले जाओ. അങ്ങനെയല്ല. ऐसा नहीं है. ദൈവം എല്ലാവർക്കും ഉദാരമായി കൊടുക്കുന്നവനാ. परमेश्वर सबको भरपूर देता है. നമ്മൾ പ്രയോഗിക്കുന്ന ശബ്ദമോ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും തരത്തിലെ ചേഷ്ടകളോ അല്ല, ആത്മാർത്ഥതയാണ് ആരാധനയുടെ അടിസ്ഥാനം. हमारे उपयोग किए जाने वाले शब्द या शब्दावलियां नहीं, आराधना में हमारा दिले संबंध है उसका असली आधार. ഞാൻ ഈ അന്യഭാഷയെപ്പറ്റി ഒരു ഡിബേറ്റ് നടന്നു. अन्य भाषा के ऊपर मैंने एक चर्चा में बहस में भाग लिया. അത് ഈ അന്യഭാഷയ്ക്കെതിരെ പറയുന്ന കക്ഷികളാണ് അപ്പുറത്തിരിക്കുന്നത്. उस मेरे सामने अन्य भाषा का विरोध करने वाले लोग बैठे थे. അതിലൊരുത്തൻ പറയാണ്, उनमें से एक व्यक्ति ने कहा നിങ്ങളുടെ ഈ ആരാധന ഒരു ചന്ത പോലെയാണ്. आपकी जो आराधना है वो उचित नहीं दिखती है. അപ്പം നമ്മളെ കുറേ ആളുകൾ കേട്ടിട്ട് ഇയാളുടെ ഒരു ക്ഷുഭിതനായിട്ട് എഴുന്നേറ്റ്. और एक जब सुनने के बाद में एक व्यक्ति खड़ा होता है. എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു ഒന്ന് എഴുന്നേക്കണ്ടിരിക്കുക. मैंने कहा खड़ा मत होना बैठ जाओ. അദ്ദേഹം പറഞ്ഞതിനകത്തൊരു ശരിയുണ്ട്. उन्होंने कहा जो कही बात है ना उसमें भी एक सच है. അദ്ദേഹം പറഞ്ഞതിലൊരു ശരി, ഇതൊരു ചന്ത പോലെയാണ്. और इन्होंने पता है क्या उसमें सच कहा या सही कहा. അത് നല്ലൊരു ഉദാഹരണമാണ്. वो एक अच्छा उदाहरण उसमें है. ഞാൻ സർവാത്മനാ ഏറ്റെടുക്കുന്നു. ഞാൻ അത് ഏറ്റെടുക്കുന്നു. मैंने उसको उस बात को स्वीकार भी किया क्योंकि सच था, स्वीकार भी किया. കാരണം എന്താ? उसका कारण क्या था. നിങ്ങൾ മാർക്കറ്റിൽ ചെല്ല്. आप खुद मार्केट में जाकर देखो. ഒരാൾ വെജിറ്റബിൾ വിൽക്കുന്നു, एक व्यक्ति सब्जी बेच रहा है, ഒരാൾ മത്സ്യം വിൽക്കുന്നു, दूसरा मछली बेच रहा है, മറ്റൊരാൾ മാംസം വിൽക്കുന്നു. दूसरा कोई मांस बेच रहा है. നമ്മൾ ചോദിക്കുന്നു, हम पूछ रहे हैं. മറ്റൊരാൾ സാറാ ഇവിടെ വിലക്കുറവുണ്ട് ഇങ്ങോട്ട് വാ. और दूसरा बोलता है यहाँ कम कीमत का इधर आ जाओ. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു, हम वहां जाते हैं, ഇഷ്ടപ്പെട്ടത് വാങ്ങുന്നു, अच्छा जो लगा वो लेते हैं, പാക്ക് ചെയ്യുന്നു, उसको पैक करते हैं, ക്യാഷ് കൊടുക്കുന്നു, पैसा देते हैं, പോകുന്നു. चले जाते हैं. പുറത്തു നിന്ന് കേട്ട മഹാബഹളം. बाहर से जब देखते हैं तो लगता है कि केवल शोर हो रहा है, അകത്ത് നല്ല കമ്മ്യൂണിക്കേഷൻ. लेकिन अंदर जब आकर देखते हैं तो बातचीत अच्छी हो रही है. അകത്ത് നല്ല കമ്മ്യൂണിക്കേഷൻ, ആ പുറത്തു നിന്ന് കേൾക്കുന്നവന് ബഹളമാണ്. അന്തര- അകത്ത് നിൽക്കുന്നതിന് കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. अंदर जो हो रहा है वो सही वार्तालाप हो रहा है. अब फर्क कितना है, बाहर से सुनने वाले को केवल शोर सुन रहा है, അത് പുറത്തു നിൽക്കുന്നതിന് മനസ്സിലാവില്ല. बाहर वाले को कहां समझ आएगा. ആ വിൽക്കുന്നവനും വാങ്ങുന്നവനും അറിയാം. बेचने वाले और खरीदने वाले को पता है. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ अन्य भाषा में बोलने वाला മനുഷ്യരോടല്ല, मनुष्यों से नहीं ദൈവത്തോടത്രേ परमेश्वर से ही തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. खुद की उन्नति के लिए बात करता है. ഇത് പേഴ്സണൽ സ്പിരിച്വൽ എഡിഫിക്കേഷൻ ഉള്ളതാണ്. ये व्यक्तिगत आत्मिक उन्नति के लिए दिया गया है. ഒരു ചങ്ങാതി പറഞ്ഞാണ്, उस एक व्यक्ति ने कहा നിങ്ങളുടെ ഈ അന്യഭാഷ മനസ്സിലാവുന്നില്ലല്ലോ. आपकी अन्य भाषा समझ में नहीं आती है. ഞാൻ പറഞ്ഞു കാരണം അത് അന്യഭാഷയാണ്. मैंने कहा वजह यही है क्योंकि वो अन्य भाषा है.
വീണ്ടും പുള്ളി പറഞ്ഞത് മനസ്സിലാവുന്നില്ല. तो फिर दोबारा कहा समझ में नहीं आती है. ഞാൻ പറഞ്ഞു അന്യഭാഷയാണ്. मैंने कहा अन्य भाषा है. വീണ്ടും പറഞ്ഞു മനസ്സിലാവുന്നില്ല. फिर बोल रहा है समझ में नहीं आती है. അന്നേരം ഞാൻ പറഞ്ഞു അന്യഭാഷയാണ്. तब मैंने बोला अन्य भाषा है. ഉദരായി ഭംഗര് നിർത്തി. कई बार ऐसे बोला तो रोक दिया. അതിന് കാരണം പറയാം. उसका एक कारण बताता हूँ. ചേട്ടന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല. उस भाई को समझ में, भाई साहब आपको समझाने के लिए नहीं बोला था मैंने. മനസ്സിലാകേണ്ടവന് മനസ്സിലാകാനാ പറഞ്ഞത്. जिसको समझ में आता है उसको समझाने के लिए बोला था. അത് ഒരു കോഡ് ഭാഷയാ. और वो एक कोड भाषा है. അത് പിതാവും മകനും തമ്മിലുള്ള സംഭാഷണം. ये पिता और बेटे के बीच की बातचीत है. കാന്തയും കാന്തനും തമ്മിലുള്ള സംഭാഷണം. दुल्हे और दुल्हन के बीच की बातचीत है. പകല് നമ്മൾ കേട്ട പോലെ കാന്തന്റെ അരികില് കാന്ത ഹൃദയം തുറന്ന് സംസാരിക്കുക. और जैसे आपने सुबह सुना एक दुल्हन दुल्हे से दिल खोल कर बात कर रही है. ഞങ്ങളെല്ലാം ഈ റസൽ സാറും ഞാനും ഒക്കെ ഹൈ റേഞ്ചിന്റെ ഉൽപ്പന്നമാണ്. रसल सर और हम सब केरल के पहाड़ी प्रदेशों में पले बढ़े हैं. ഞങ്ങൾ ഈ നല്ല കടുപ്പത്തിലാണ് ചായ കുടിക്കുന്നത്. और वहाँ की जो हम चाय है बहुत ही कड़ी गाढ़ी चाय हम पीते हैं. അപ്പോൾ ഈ ലോക്കൽ ചായ കുടിച്ച ഏക്കില്ല. तो वहाँ पर जो हल्की फुल्की चाय हम पीते हैं ना, असर नहीं पड़ता हम पर. അപ്പം ഞാൻ എന്നോട് ഇവിടെ അച്ചായൻ പറഞ്ഞു ഇവിടെ ചായ ഒക്കെ റെഡിയാ, കാര്യങ്ങളെല്ലാം പറഞ്ഞു. तो मेरे को भी कहा कि यहाँ चाय वगैरह तैयार है. അപ്പോൾ ഈ ചായ കുടിക്കാൻ ചെന്നു, ചായ തന്നു. चाय पीने के लिए गए, चाय मिली, നല്ല ചായയാണ്. अच्छी चाय थी. അടുത്ത തവണ ഞാൻ ഈ വഴി ഒന്ന് പോയി. अगली बार फिर मैं यहीं पर आया. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ ഇതുവഴി വരുമോ. तो मैंने मुझसे कहा आओगे घर पे. ഞാൻ ഇതുവഴി വന്നു. मैं भी आया. അപ്പോൾ എനിക്കൊരു ചായ അനുവദനീയമാണല്ലോ. और उस समय एक चाय बनती है. അപ്പോൾ അകത്തോട്ട് നോക്കിയിട്ട് ചായ കൊണ്ടുവരാൻ പറഞ്ഞു. अंदर गए और चाय लाने को कहा. ഈ പുരുഷന്മാർക്ക് ഇതൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. पुरुषों में एक दिक्कत है, ഈ സമയത്തിന് എന്ത് ഇത് വാങ്ങി കൊടുക്കുകയില്ല. समय पर कुछ खरीद कर सामान नहीं देते हैं. മാത്യു സാറിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. आपके मैथ्यू सर के घर पे भी ऐसा ही होता होगा. എന്നോട് കൂടെ നീ ഇരിപ്പാൻ തന്ന സ്ത്രീ തന്നു, ഞാൻ കഴിച്ചു എന്നുള്ളത് നമ്മൾ വളർന്നിട്ടൊന്നും ഇല്ല, ഒട്ടും വളർന്നിട്ടില്ല. हमें पता है मेरे साथ रहने के लिए स्त्री दी, लेकिन हम न तो उसके साथ पले बढ़े न हमने अपनी जिम्मेदारियां निभाई. നമ്മൾ പുരുഷന്മാർ ഇതിനപ്പുറത്തൊന്നും വളർന്നിട്ടില്ല. हम पुरुष केवल वहीं पर बैठे हुए हैं, बढ़े नहीं हैं. പക്ഷെ ഇത് വാങ്ങി കൊടുക്കാൻ മറന്നുപോയി. उसको खरीदना वो उन्होंने उसके खरीद कर नहीं दिया. എന്നിട്ടും ബാബു ജോൺ സാർ പറയാ ചായ പോരട്ടെ. और फिर भी बाबूजोन सर कह रहे हैं चाय लाओ. അന്നേരം പുള്ളിക്കാരിക്ക് ഇതിപ്പോ ഇവിടെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ. अब वो अंदर से कैसे कहे पत्ती नहीं है. അതിന് മറ്റു പല സാധനങ്ങൾ വേണം, ഇതൊക്കെ പറയണമെന്നുണ്ട്. बहुत सारी चीजों के बारे में कहना चाहती है वो. അതിന് ഇങ്ങോട്ട് വന്നിട്ട് 10 പേരുടെ കാങ്കൽ ഇവിടെ ചായപ്പൊടി ഒന്നുമില്ലെന്ന് പറയാൻ പറ്റുമോ. और क्या वो आके थोड़ी कह सकती है कि यहाँ पे चाय नहीं है. അതിന്റെ പരിപാടിയുണ്ട്. लेकिन एक और तरीका है. ഇവരെ ഈ എനിക്ക് കാണാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ഒളിച്ചു നിന്നുകൊണ്ട് एक ऐसी जगह पर जाकर खड़ी हो जाती हैं जहां पर उनको दिखाई देती हैं, मुझे नहीं देती. ഈ ഉത്തമത്തിൽ പറഞ്ഞ പോലെ മറവിടങ്ങളിൽ മറഞ്ഞിരിക്കുന്ന എൻ്റെ പ്രാവേ എന്നൊക്കെ പറഞ്ഞ പോലെ. और यहाँ पर जैसे उत्तम गीत, श्रेष्ठ गीत में लिखा हुआ है कि ये ओंचने के पीछे छुपी हुई मेरी कबूतरी. ഈ ചായപ്പൊടിയും ഇതെല്ലാം ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ്. ये वहां पर ये पत्ती चाय का एक्शन दिखाती है. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചായയൊക്കെ ആറ്റി കാണിച്ചിട്ട് ഇല്ലെന്ന് കാണിച്ചു. और ऐसे करने के बाद में नहीं है बोला. അപ്പോൾ ഇത് ആദ്യം കാണുന്ന ആളുകൾ നമ്മളെ എന്നെപ്പോലുള്ള ആളുകൾക്കും ഇത് ഈ സഹോദരി പണ്ട് പോലീസിലായിരുന്നു, ട്രാഫിക്കിലോ മറ്റോ ആയിരുന്നു, ഇങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു. शुरुआत में देखने के बाद ऐसा लगता है कि यातायात पुलिस में थी, वो यूं कर रही है यूं कर रही है यूं कर रही है. ഇനി വേറെ വല്ലവർക്കും ഇവിടെ വന്നപ്പോൾ എന്തോ പ്രശ്നം ഇളകിയതാണ്, तो ഇങ്ങനെ यहाँ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു. और कईयों को लगता है कि थोड़ी देर पहले तो ठीक थी, अभी पता नहीं क्या क्या हिल रहा है. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നല്ലൊരു ചായ. हाँ, उस सब के बाद में वो एक अच्छी चाय लेकर भी आई. കാരണം പാസ്റ്റർ പോയി ഇതെല്ലാം വാങ്ങിക്കൊണ്ട് കൊടുത്തു. क्योंकि पास्टर ने वो गए और उन्होंने ये सामान खरीद कर दिया. അത്ര നേരം ഞാൻ വാർത്ത കണ്ടിരിക്കുക. और ऐसे इतने समय मैं खबर वगैरह देखकर बैठा था. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് കണ്ട ഞാൻ ചോദിക്കുക, ये सब देखने के बाद मैंने पूछा, നിങ്ങൾ സംസാരിച്ച് എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ത് വരുന്നത്. आपने जब आपस में मैंने बातचीत करते हुए सुना नहीं, क्या था वो सब. ചായ കുടിച്ചിട്ട് പോടാ, चाय पी कर जाना. കാന്തയും കാന്തനും സംസാരിച്ചിട്ട് നിനക്കെന്താ കാര്യം. चाय पीकर जाना, रास्ता देख, दुल्हन दुल्हन बात कर रहे हैं, तू बीच में क्यों बढ़ रहा है. അത് കാന്തന് മനസ്സിലാകാൻ കാന്ത പറഞ്ഞതാ. दुल्हन दुल्हे की भाषा में दुल्हन ने बताया है. കാഴ്ചക്കാരന് മനസ്സിലാവില്ല. यहाँ पे बीच में दूसरों को आने की जरूरत नहीं है. മനസ്സിലാകണ്ടോന്ന് മനസ്സിലാവാൻ പറഞ്ഞ. जिसको समझ में आना था उसे समझ में आ गया. അതിൽ ഇടപെടാൻ പാടില്ല. उसके बीच में दखल जरूरी नहीं है. ദൈവത്തിന്റെ സന്നിധിയിലെ ആത്മബന്ധം വെച്ച്
ഭക്തൻ തൻ്റെ ഭക്തിക്ക് കാരണമായ ദൈവത്തോട് സംസാരിക്കലാണത്. परमेश्वर के साथ अपने आत्मिक संबंध में बैठकर एक भक्त अपने भक्ति पुरुष परमेश्वर के साथ दिल से बात करता है. അപ്പോൾ ഈ സംഭാഷണത്തെയാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. इस बातचीत को लोग गलत तरीके से समझ बैठे हैं. ഇനി തെറ്റിദ്ധരിക്കാൻ നമ്മുടെ ഒരു കാരണമുണ്ട്. गलत फहमी के पीछे हमारा भी कारण है. നമ്മളിങ്ങനെ കുറച്ച് നേരം കൈയടിച്ച് ആരാധിച്ചിട്ട് ഒരാളെ കണ്ടാൽ ചോദിച്ചും എപ്പോഴാ വന്നേന്ന്. और यहाँ पर ताली वगैरह बजाकर थोड़ी देर पहले जिसको देखा था हम पूछते हैं कब आए थे, എന്നിട്ട് അതിൻ്റെ ബാക്കി അന്യഭാഷ പറയും. और उसके बाद में अन्य भाषा बोलते हैं. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കും മക്കളും ഭാര്യയൊക്കെ और സുഖമായിട്ടിരിക്കുന്നു. फिर रोक कर पूछते हैं बेटा बेटी सब सही हैं, എന്നിട്ട് ഇതിൻ്റെ ബാക്കി പറയും. और फिर शुरू हो जाते हैं. കാണുന്നവന് സംശയം വരും. देखने वाले को शक तो होगा ही. ആരാധനയ്ക്ക് ഏകാഗ്രത വേണം. आराधना में एकाग्रता चाहिए. ആരാധന ദൈവികമായിരിക്കണം. आराधना ईश्वरीय होनी അത് चाहिए. മനുഷ്യന്റെ പ്രേരണ പാടില്ല. ये मनुष्य की प्रेरणा से नहीं होती है. ഹൃദയത്തിന്റെ പകർച്ചയാ. ये हृदय जब फैलता है दिया जाता है तब होता है. 80 വർഷം മോശ 80 साल का मूसा. നമ്മളാരും പഠിക്കാൻ എടുക്കില്ല. हम ऐसे को कहीं पढ़ाई वगैरह के लिए नहीं लेंगे. പക്ഷേ ഈ 80 കൊല്ലം പാഴായി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. लेकिन मैं नहीं सोचता कि ये 80 साल उसके बेकार हो गए थे. ആ മനുഷ്യന് കിട്ടിയ പരിശീലനം വളരെ നീ. उस व्यक्ति को जो प्रशिक्षण मिला था वो इतना अनमोल था. 600,000 നടത്താൻ ആടുകളെ വളർത്തുന്ന പോലെ നല്ല പരിശീലനം ഇല്ല. 6 लाख लोगों को चलाने के लिए भेड़ों को चराने के प्रशिक्षण से बढ़कर कोई प्रशिक्षण और नहीं. പകൽ മാത്യു പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. और सुबह मैथ्यूस पास्टर ने एक बात कही जो मैंने बड़े ध्यान से सुनी. നമ്മൾ താമസിച്ചു വന്നു എന്നതുകൊണ്ട് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നടപ്പിലാക്കാതിരിക്കില്ല. यहां पर क्योंकि हम विलंब से आए इसका मतलब ये नहीं है कि परमेश्वर अब अपनी योजना नहीं करवाएगा. അതിനുള്ളതാണ് ഈ മോശയുടെ 80 വയസ്സ്. मूसा उसी का उदाहरण एक मूसा का 80 साल. പക്ഷെ മോശ പറയുന്നുണ്ട് लेकिन मूसा कहता है എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്. कि मेरे में ये दिक्कतें हैं. പ്രസംഗ പാഠമില്ല. प्रचार नहीं कर सकता. ഈ ലീഡേഴ്സ് പൊതുവെ പ്രസംഗകരാണ്. अगुवे जितने हैं वो प्रचारक ज्यादा हैं. അതിശക്തമായ വാക്കുകളുടെ സ്ഫോടനമാണ് അവരെ പ്രഭാഷകരാക്കുന്നത്. उनके शब्दों के उपयोग उन्हें अच्छा प्रचारक बनाते हैं. വിൻസൻ ചർച്ചിൽ വലിയ പ്രസംഗകനായിരുന്നു. विंस्टन चर्चिल एक अच्छे प्रचारक थे. ഈ ഹിറ്റ്ലറും വിൻസൻ ചർച്ചിലും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു കാലമുണ്ട്. एक ऐसा समय था कि एक तरफ विंस्टन चर्चिल तो दूसरी तरफ हिटलर अपने भाषण दिया करते थे. വാക്കുകൾ കൊണ്ട് തീയുണ്ടകൾ പായിക്കുന്ന ഹിറ്റ്ലർ എന്നാണ് ചരിത്രം പറയുക. और ऐसा इतिहास कहता है कि जब हिटलर बोलता था तो ऐसे लगता था कि आग के गोले निकल रहे हैं. ആ തീയുണ്ടകളെ ഇംഗ്ലീഷ് ചാനലിന്റെ മറുകരയിൽ നിന്നുകൊണ്ട് വാരിയെടുത്ത് നിർവീര്യമാക്കുന്ന ആളായിരുന്നു ചർച്ചിൽ എന്ന് പറയുക. और चर्चिल के बारे में कहा जाता है कि इसी आग के गोलों को खुद लेकर ठंडा बनाकर लोगों तक पहुंचाने वाला व्यक्ति था विंस्टन चर्चिल. അപ്പൊ അവരുടെ കഴിവുകൾ വലുതാണ്. वो उनकी वो योग्यताएं थी. പ്രഭാഷണ പാഠവും വലുതാണ്. और प्रचारक के अंदर की जिम्मेदारी इतनी बड़ी है. അതൊക്കെ അവിടെ നിൽക്കട്ടെ. वो सब एक तरफ रखते പക്ഷെ हैं. ദൈവം തിരഞ്ഞെടുത്ത അങ്ങനല്ല. परमेश्वर जब चुनता है तो ऐसा नहीं. അവൻ യോഗ്യത നോക്കി ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. योग्यता देखकर वो किसी को नहीं देता है. കഴിവ് നോക്കി ഒന്നും കൊടുത്തിട്ടില്ല. काबिलियत देखकर वो किसी को नहीं देता है. പ്രാപ്തി നോക്കി ഒന്നും കൊടുത്തിട്ടില്ല. हमारी योग्यता देखकर वो नहीं देता है. അയോഗ്യത നോക്കിയാണ് അവൻ ചിലത് നമ്മളെ ഏൽപ്പിക്കുന്നത്. हमारी नाकाबिलियत देखकर हमारे हाथ में कुछ सौंपता है. നമുക്ക് കഴിയാത്ത ജോലിയാണ് അവൻ നമ്മളെ ഏൽപ്പിക്കുന്നത്. हम जो नहीं कर सकते वही वो हमसे करवाता है. അതിന് തെളിവ് തരാം. उसका एक प्रमाण बताता हूं. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരല്പം പ്രാപ്തനായിരുന്നു മാത്തായി. यीशु मसीह के चेलों में थोड़ा योग्य था मती. അദ്ദേഹത്തിന് ചുങ്കം പിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ കണ്ടെത്തിയൊരു കാര്യം പറയുക. और क्योंकि वो चुंगी वगैरह लेने वाला था इसलिए उसमें एक बात देखी वो बताना चाहता हूं. അപ്പൊ അദ്ദേഹത്തിന് അത്യാവശ്യം മാത്സ് അറിയാം. और गणित वगैरह वो जानता था. അക്കൗണ്ടൻസി അറിയാം. उसको अकाउंट वगैरह पता था. അദ്ദേഹത്തിന് അക്കൗണ്ടൻസി അറിയാമെന്നുള്ള തെളിവാണ് ആ 1-ാം അധ്യായം വായിച്ചാൽ മതി. और पहला अध्याय आप पढ़कर देखिएगा पता चल जाएगा हिसाब किताब जानने वाला व्यक्ति था. കാര്യം മക്കൾ ജനിച്ച കഥ പറയുകയാണെങ്കിലും അക്കൗണ്ടൻസി എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു ഇതുപോലെയാണ് ആ മക്കളെല്ലാം അടുക്കി പെറുക്കി വെച്ചേക്കുന്നത്. और हमें बच्चों के बारे में लिखा हुआ है जन्म के बारे में, लेकिन जब आप उसके रखे हुए के भाग को देखेंगे कि कैसे उन्होंने हर एक बच्चे को गणित के भाव में वहां पे सटा रखा. നല്ല ബ്രില്യൻ്റായ ആൾക്ക് ഈ കൊമേഴ്സ് പഠിക്കാൻ പറ്റൂ. ऐसे लोग ही अच्छे कॉमर्स पढ़ सकते हैं. കാരണം ഈ കൊമേഴ്സുകാരൻ്റെ പ്രത്യേകത कॉमर्स पढ़ने वालों की खासियत അയാൾ ഒട്ട് കൂട്ടുന്നുമില്ല, കുറയ്ക്കുന്നുമില്ല, ഗുണിക്കുന്നുമില്ല.
और वो न तो घटाता है, न जोड़ता है, न गुणा करता है। നമ്മൾ ചെയ്ത ചെലവ് അടുക്കി വെക്കുകയാണ്. हमने जो खर्चा किया, कॉमर्स वाले क्या करते हैं, उन सब को एक जगह पर सेट करता है। ആ അടുക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെ തലമുറകൾ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, और इस प्रकार जब सटाकर रखा तो अब्राहम से दाऊद तक 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, दाऊद से लेकर बाबुल की बंधुआई तक 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14. और बाबुल की बंधुआई से मसीह तक 14। അതൊരു അക്കൗണ്ടൻസിയാണ്. ये अकाउंट है, हिसाब किताब है। മത്തായി വലിയ കഴിവുള്ള ആളാണ്. मती योग्य था। ബികോം എംകോം ഒക്കെ കഴിഞ്ഞവരുണ്ടെങ്കിൽ ഓർത്ത് നിങ്ങൾ അസാധാരണ ബുദ്ധിവൈഭവമുള്ളവരാണ്. बीकॉम एमकॉम वाले यदि कोई बैठे हैं तो सोच लेना बड़ी बुद्धिमान लोग हैं आप। പക്ഷെ നിങ്ങൾക്കൊരു അപര്യാപ്തതയുണ്ട്. आपके अंदर एक नाकाबिलियत है, പറയാതിരിക്കാൻ തരയില്ല. मैं बताना जरूरी है वो भी। നിങ്ങൾക്ക് ഈ സാഹിത്യം വഴങ്ങാൻ പാടാണ്. आप साहित्य को नहीं समझ पाएंगे। വലിയ പാടാണ് കൊമേഴ്സ് കഴിഞ്ഞവർക്ക് സാഹിത്യം വഴങ്ങാൻ. कॉमर्स पढ़ लिए तो साहित्य हिस्ट्री पढ़ना आपके लिए मुश्किल है। അവരാ ഇംഗ്ലീഷ് കേട്ടാൽ തന്നെ മനസ്സിലാകും പ്രത്യേകത. और उनकी भाषा को सुनेंगे तभी पता चल जाएगा उसमें क्या खासियत है। ക്രെഡിറ്റ് വാട്ട് കംസ് ഇൻ ഇങ്ങനെ പറയുള്ളൂ. ക്രെഡിറ്റ് വാട്ട് കംസ് ഇൻ, ഡെബിറ്റ് വാട്ട് ഗോസ് ഔട്ട്. क्रेडिट वो जो आता है, डेबिट वो जो जाता है। മേനോൻ ആൻഡ് കമ്പനി പർച്ചേസിംഗ് ഗുഡ്സ് ഫ്രം സംവെയർ എൽസ് ഇങ്ങനെ പറയുള്ളൂ. एक कंपनी जो कहीं से सामग्री खरीदती है, സാഹിത്യം വഴങ്ങൂലാന്ന്. वो साहित्य जानने वाला ये सब नहीं कर पाएगा। ഈ മത്തായിയെ പിടിച്ച് കർത്താവ് ഏൽപ്പിച്ച പണിയുണ്ടോ? मती को भी परमेश्वर ने क्या काम सौंपा था? സുവിശേഷം എഴുതാൻ. सुसमाचार लिखने का काम। അപ്പോഴൊക്കെ പറയണമെന്നുണ്ട് കണക്ക് നോക്കാൻ. ഞാൻ और तब वो कहना चाहता था कि मैं हिसाब किताब देख लूंगा, ഞാൻ ടാലന്റഡാ, मैं उसमें योग्य हूं। ഹേ അതൊന്നും വേണ്ട. लेकिन वो नहीं था, परमेश्वर चाहता था। जो കണക്ക് ചെയ്യാൻ ആരെ ഏൽപ്പിച്ചേ? किसको गणित गणना किसको सौंपी? ആളിന്റെ പേരിട്ട് ആൾക്കാർ ഞെട്ടിപ്പോയി. യൂദ. उसका नाम लोग भी चकित रह गए, यहूदा। പറയണമെന്നുണ്ട്. അയ്യോ സാറേ എടുക്കലെന്ന് പറയണമെന്നുണ്ട്. लोग कहना चाहते थे सर जी उसको मत लेना। എന്താ ഇതിന്റെ അർത്ഥം? उसका मतलब क्या है? യൂദയ്ക്ക് തോന്നണം अयुदा को लगना चाहिए എന്നെ പോലൊരു കള്ളന് कि मेरे जैसा चोर ലോകത്തൊരാൾ ഇത് ഏൽപ്പിക്കില്ല. दुनिया का कोई भी व्यक्ति मेरे जैसे चोर को ये काम नहीं सौंपेगा। ഇനിയെങ്കിലും ഞാൻ മര്യാദയ്ക്ക് പോണം. कम से कम तो भी मैं थोड़ा सीधा होकर जीऊं। അങ്ങനെ ദൈവം തന്നതെല്ലാം യോഗ്യത നോക്കാതെയാണ്. मतलब ये कि परमेश्वर ने जो दिया अयोग्यताएं देखकर दिया। ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്, ദൈവദാസൻ പരിഭാഷപ്പെടുന്നത്, നിങ്ങൾ പാടുന്നത് ഒന്നും യോഗ്യതയല്ല, അവിടുത്തെ കൃപയാണ്. यहां पर जो प्रचार हो रहा है, जो अनुवाद हो रहा है, जो हम गीत गा रहे हैं, ये सब कुछ हमारी योग्यता नहीं, उसका अनुग्रह है। അതുകൊണ്ടാണ് ഈ കാര്യമൊക്കെ ചെയ്യുമ്പോൾ എത്ര ചെയ്താലും പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിയുടെ തത്രപ്പാട് നമ്മളിലെല്ലാം ഉണ്ടാവും. इसीलिए कितना भी कुछ करें, एक खलबली, एक हलचल तब जरूर मच जाती है, जैसे जब बच्चा परीक्षा लिखने के लिए बैठता है। പക്ഷെ ഏത് കഴിവുറ്റവന്റെ മുമ്പിലും തോൽവി അണയാതെ നമ്മളെ സൂക്ഷിക്കുന്ന വൈഭവമാണ് അവിടുത്തെ കൃപ. लेकिन हर योग्य व्यक्ति के सामने हारने से बचाने वाला, सुरक्षित रखने वाला एक है जो हमारे साथ है। പഠിക്കുന്ന സഹോദരങ്ങളെ, यहाँ पे बैठे हुए भाई बहनों, നിങ്ങൾ എന്തായിരിക്കുന്നു അതിനെ കൂടുതൽ പരിപോഷപ്പെടുത്താനല്ല, നിങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവവിളിയുടെ വ്യാപനമാണ് നമ്മൾ ഈ ദിനങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. इन दिनों में जो हम सुन रहे हैं, आप जो हैं उसी में से आपको गिराने या पतित करने के लिए नहीं, परमेश्वर आपसे जो चाहता है उस स्तर तक उठाने के लिए ये सब आपके लिए हो रहा है। മോശയിലേക്ക് വരാം. मूसा की ओर आते हैं। അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. एक और बात वहां देखें। എനിക്ക് ഈ സംഭാഷണ പാഠവും പോരാ, സംസാരിക്കാനേ വിക്കാണ്. या वो कहता है कि मैं बोल नहीं सकता, मैं तुतलाता हूं। നമ്മളാണ് ഇത് തുറന്ന് സമ്മതിക്കുമോ? हम कहां अपने तुतलानेपन को खुलकर मानेंगे? ഈ വിക്കുണ്ടെങ്കിലും നമ്മൾ എന്തോ പറയുന്നത്? तुतलापन है तो भी हम क्या कहेंगे? ഞാൻ ഈ കൊയറിൽ നിന്ന് പാടി പാടി എക്കോ ഇടുന്ന പോലെ സൗണ്ട് അറിയാതെ ഇങ്ങ് വന്നു പോകുന്ന, അല്ലാതെ വിക്കല്ലെന്ന് പറയും. और हम पता क्या कहेंगे? मैं संगीत दल में था और वो गीत गा गाकर बीच बीच में एको फंस जाता है, तुतलापन नहीं है। പക്ഷേ നല്ല സംഭാഷണ പാഠമുള്ള എത്ര പേരാ നാട്ടിലുണ്ട്? लेकिन उसी गांव में, उसी शहर में कितने ही लोग थे जो बोलने में निपुण थे। ചെങ്കടൽ വഴിമാറണമെങ്കിൽ ഈ വിക്കുള്ളവന്റെ ശബ്ദം കേട്ടേ പറ്റൂ. सुनिए, समुद्र यदि फटना चाहता है तो तुतले का शब्द
आना जरूरी है. അതിൻ്റെ പേരാ നിയോഗം. उसका नाम है उसकी नियुक्ति. ദൈവം നമ്മളെ വിളിച്ചുകൊണ്ടാണ് അസാധ്യതകളെ നമ്മുടെ ശബ്ദത്തിലൂടെ അവൻ സാധ്യമാക്കി മാറ്റുന്നത്. परमेश्वर ने हमें बुलाहट दी है, इसीलिए हर संभावनाओं में संभावनाएं खुलती चली जाती हैं. ദൈവം പറഞ്ഞു, परमेश्वर ने कहा നിന്റെ രോഗം അവിടെ ഇരിക്കട്ടെ, तेरी बीमारी कमजोरी एक तरफ रख. ഇതങ്ങ് മാറ്റി കൊടുത്താൽ പോരായിരുന്നോ? ये सब वो हटा सकता था परमेश्वर, ഇതങ്ങ് മാറ്റിയാൽ മതി. हटा सकता है. ഡോക്ടർ ഉണ്ടല്ലോ, ഞാൻ ഇനി പറയുന്നതിനകത്ത് അബദ്ധം ഉണ്ടെന്ന് തിരുത്തിയേക്കണം. डॉक्टर भी बैठे हैं, कुछ गलत कहूं तो थोड़ा सही कर देना. ഈ കൊച്ചു കുട്ടിയായിരിക്കെ മോശയ്ക്കൊന്ന് കരയണമെന്നും ചിരിക്കണമെന്നൊക്കെയുള്ള ടെൻഡൻസി വരുമല്ലോ. बच्चा जब था तो वो भी रोना और हंसना चाहता था. ഈ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ശരീരത്തിന് കാലിനും കൈക്കും ഒക്കെ വേദന വരും. बच्चों के अंदर जब उनके हाथ पैर में दर्द होता है, അത് ഈ ഗ്രാവിറ്റിക്കെതിരെ നമ്മൾ വളരുന്നോണ്ടാണ് എൻ്റെ ഒരു ധാരണ. और वो इसलिए होता है क्योंकि हम इस गुरुत्वाकर्षण के खिलाफ, उसके विरोध में बढ़ रहे हैं. അത് കുഞ്ഞുങ്ങൾ ഒരു കാരണമില്ലാതെ നിന്നങ്ങ് കരയുക. बच्चे कई बार ऐसे बिना बेवजह रोते हैं. നമ്മളൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ കരയുന്ന കുഞ്ഞിനെ ഉടനെ സുവിശേഷ വിലയ്ക്ക് സമർപ്പിക്കും. हम पता क्या करते हैं, ऐसे रोने वालों को सुसमाचार प्रचार की सेवकाई के लिए सौंप देते हैं. അവന് ചെറിയ വല്ല ഗുളികയും കൊടുത്താൽ മതി. അവനെ ദയവായിട്ട് ഹാർവെസ്റ്റിലോട്ടൊന്നും വിടരുത്, ആ കരഞ്ഞവനെ. और यहाँ पर ऐसा सुनने के बाद में कृपया हार्वेस्ट मत में भेजना, उसे रोने दे. ഈ കരഞ്ഞും ചിരിച്ചും ഒക്കെ വേണം ഈ വോക്കൽ കോഡൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരാൻ. क्योंकि रोने और हंसने से ही अंदर का जो ध्वनि तंत्र है वो थोड़ा खुलकर आता है, सही होता है. ഇതിനൊന്നും അവസരമില്ലാതെ 3 മാസം നിന്നവന് വിക്കും. സംഭാഷണ വൈഭവം ഇല്ല, ഭാഷയും വരുന്നില്ല, ഒരു വല്ലാത്ത ശബ്ദം മോശയ്ക്ക്. लेकिन 3 महीने जो रोना चाहता था, हंसना चाहता था, दबा दिया गया, कुछ भी नहीं हो पाया, तुतलापन हो गया, बोल नहीं पा रहा था. वो ഉള്ളിൽ ആശയമുണ്ടെന്ന് പുറത്ത് പറയാൻ പറ്റുന്നില്ല. अंदर एक विचार है लेकिन बता नहीं पा रहा. ഞാനിത് അറിഞ്ഞത് അടുത്ത കാലത്ത് മെഡിക്കൽ കോളേജിൽ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയി. मैं हाल ही में एक मेडिकल कॉलेज में अपने दोस्त को देखने गया. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു രോഗി കിടക്കുക. वहीं पे उनके करीब एक दूसरा बीमार लेटा हुआ था. അയാള് ഒരു തീവ്രവാദത്തിലെങ്ങാണ്ട് ഏർപ്പെട്ട് ഈ ബോംബ് കടിച്ച വഴിക്ക് ഇത്ര ഇളകിയിട്ട് ഇങ്ങനെ തുന്നി വെച്ചേക്ക, സംസാരിക്കാൻ വയ്യ. और यहाँ पे जहां पर वो थे वहां पे उन्होंने बम वगैरह को इस्तेमाल किया था, तो यहाँ से फट गया था, तो आधा मुंह सीला हुआ था. അപ്പോൾ ഇവൻ എന്നെ കണ്ടപ്പോൾ മനസ്സിലായി, കാരണം എൻ്റെ ചില വീഡിയോകളൊക്കെ അവനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. और मुझे देखते ही वो मुझे पहचान गया, क्योंकि मेरी कई सारी वीडियो से खुद विचलित कई बार वो हुआ है. അവൻ ആ കിടപ്പി കിടന്നുകൊണ്ട് പ്രതികരിക്കണമെന്നുണ്ട്, ശബ്ദം പുറത്തു വരാതെ അതിട്ടൊരു ആക്ഷൻ ഇങ്ങനെ എന്നെ കണ്ട്. और वहां बैठकर वो बोलना चाहता है लेकिन सीला हुआ था, बोल नहीं पा रहा था, सारी की सारी बोली केवल एक्शन में निकल रही थी. അന്നാ എനിക്ക് മനസ്സിലായി, സംസാരിക്കാൻ പറ്റിയില്ല, നമുക്കൊന്ന് പ്രതിഷേധിക്കാൻ പോലും പറ്റിയില്ല, കാരണം ഇതിങ്ങനെ തയ്ച്ചു വെച്ചേക്കുക. और यहां पर पता चल गया, बोल नहीं पा रहा, विरोध नहीं कर पा रहा, क्योंकि सील कर रखा हुआ है. മോശയ്ക്ക് ഒത്തിരി പറയണമെന്നുണ്ട്, मूसा भी कहना बहुत कुछ चाहता था, സംഭാഷണ പാഠമില്ല, लेकिन बातचीत नहीं कर पा रहा. ദൈവം ഒന്നും മാറ്റിയില്ല. परमेश्वर ने उस कमजोरी को हटाया नहीं. അതെന്താ മാറ്റാത്തെ? क्यों नहीं हटाया? ചിലത് മാറാത്തെന്താ? कुछ चीजें हटती क्यों नहीं है? ചിലത് മാറ്റൂല. कई चीज हटती नहीं है, ചെങ്കടലും കീറുന്നവനാ, പക്ഷെ വിക്ക് മാറുന്നില്ല. समुद्र को फाड़ने वाला है, विभाजित करने वाला है, लेकिन तुतलापन दूर नहीं हुआ. എത്ര അത്ഭുതങ്ങൾ ചെയ്തവനാ, സ്വന്തം വിക്ക് മാറുന്നില്ല. कितने बड़े चमत्कार उसने करे, खुद का तुतलापन नहीं हटा पाया. എന്തായിരിക്കും കാര്യം? वह क्या हो सकती है वजह? ചെങ്കടലൊക്കെ കീറിയത് കൊള്ളാം, പക്ഷേ വന്ന വഴികൾ മറക്കാതിരിക്കാൻ ഒരു ഓർമ്മപ്പെടുത്തൽ ദൈവം തരും, അതവിടെ കിടക്കട്ടെ. समुद्र विभाजित करना एक तरफ, लेकिन जिन रस्तों में से हम होकर गुजर कर आए हैं उनकी याद परमेश्वर इनके द्वारा हम में रखना चाहता है. ഈ ജനതയെ കൊണ്ട് അങ്ങനെ ചെങ്കടലിന്റെ തീരത്ത് വന്നു. पूरे लोगों को, प्रजा को लेकर लाल समुद्र के पास पहुंचा. ഈ ചെങ്കടലിന് 2 വാലുണ്ട്, ഉൾക്കടലുകൾ. और ये जो लाल समुद्र है उनकी पूंछ समान धाराएं हैं और बीच का भाग गहरा है. ഒന്ന് സൂയസ് കടലാണ്, അവിടുന്ന് സൂയസ് കനാൽ തുടങ്ങുന്നത്. और एक तरफ स्विस कनाल है, जहां से शुरुआत होती है, वहां की शाखा निकलती है. ഇനി ഒന്നാണ് ഈ അക്വാബാ ഉൾക്കടൽ. और दूसरी तरफ अक्वाबाओ का एक समुद्र सागर है. ഇതിന്റെ അക്കരെയാണ് സൗദി അറേബ്യ. और उसी के दूसरे पार है सऊदी अरब. ഇവിടം വേണം ക്രോസ് ചെയ്യാൻ. और यहां से पार करके उधर पहुंचते हैं, അക്കരെ കടക്കണം. उस पार जाने के लिए. ഇവിടെ വന്നു,
ഈ സ്ഥലങ്ങൾ കണ്ടാൽ ഒരു കാര്യം മനസ്സിലാവും. इन चीजों को, जगहों को जब हम देखते हैं तो एक बात समझ में आती है. പടുകൂറ്റൻ മലകളാണ്. बड़े बड़े पहाड़ हैं वहां. ഈ മലകളുടെ കല്ലുകൾ ഇങ്ങനെ ഇളകി ഇളകി ഇരിക്കുന്നതാണ്. इन सारे पहाड़ों के जो पत्थर हैं वो सब यूं बिखरे हुए हैं, निकले हुए हैं. അതിൽ ഒരു കല്ല് വലിച്ചാൽ മതി, ബാക്കി മല താഴോട്ടിരിക്കും. एक पत्थर को कहीं से थोड़ा हटा लो, पूरा पहाड़ नीचे आ जाएगा. സർക്കാരുകൾ അവിടെ ഇപ്പോൾ വലയൊക്കെ ഇട്ട് അത് ഇളകാതെ വെച്ചിട്ടുണ്ട്. अभी सरकार ने वहां पर जाल वगैरह लगा रखे हैं जिससे कि वो हिलने नहीं पाए. 600,000 ജനം ഒപ്പം വരുന്നു. 6 लाख लोग इकट्ठे आ रहे हैं. മോശ കൂടെ. मूसा भी साथ में है. ഇവിടെ ഒരു മല, यहाँ एक तरफ पहाड़, ഇപ്പുറത്തൊരു മല, दूसरी तरफ पहाड़, ഫറവോടെ സേന, फिरौन की सेना, മുമ്പ് ചെങ്കടൽ. आगे लाल समुद्र. എന്ത് ചെയ്യും? क्या करें? ഭയപ്പെട്ട ജനം ഈ മലമുകളിലേക്ക് ഓടിക്കയറിയാൽ കല്ലുകൾ അടർന്നു വീഴും, വലിയ മരണം നടക്കും. भयभीत यदि ये प्रजा पहाड़ों पर चढ़ गई तो वो खिसक के नीचे आ जाएंगे, मौतें बड़ी होंगी. ഇവിടെ താമസിച്ചാൽ ഫറവോ വരും, ആക്രമിക്കപ്പെടും. यदि वहीं पर खड़े रहे तो फिरौन हमला करेगा. തൊട്ടു മുമ്പിൽ ആർത്തലക്കുന്ന ചെങ്കടല. और आगे खुद उफनने वाला समुद्र है. ധർമ്മസങ്കടത്തിന്റെ കൊടുമുടിയിലെത്തി ഭക്തൻ. एक बहुत ही बड़े संकट में फंस गए ये सारे लोग. എന്ത് ചെയ്യും? क्या करें? വിഷമിച്ചു, दुखी हुए. പൊട്ടിക്കരയാന്ന് വിചാരിക്കുക. मान लो वहां पे फूट कर रोए. തമ്പുരാൻ ഇടപെട്ടു. परमेश्वर ने हस्तक्षेप किया. ഞാൻ എന്റെ നിലയിൽ പറയാതെ मैं अपने हिसाब से बताता हूं. ദൈവം ചോദിച്ചു, परमेश्वर ने पूछा, മക്കൾ കരയാതെ बेटो रो मत, ഉറപ്പായിട്ട് നിൽക്കേ, आप निश्चित दृढ़ रहो, ഞാനല്ലേ കൊണ്ടുവന്നേ. मैं लाया हूं तुमको बाहर. മോശ പറയാ, അപ്പാ എങ്കിലും ഞാൻ എന്താ ചെയ്യുക? मूसा कहता है फिर भी पापा मैं करूं क्या? ദൈവം പറഞ്ഞു കാണും, परमेश्वर ने कहा होगा, നിന്റെ പേരെന്താ? तेरा नाम क्या है? പേര് പറഞ്ഞിട്ട് बताना नाम. ദൈവത്തിന് അറിയാം, परमेश्वर को पता है. അങ്ങനെ എഴുതിയിട്ടില്ല, എന്റെ കാഴ്ചപ്പാടാ. मैं लिखा ये नहीं है, मैं अपना भाव बता रहा हूं. പേര് മോശ. नाम है मेरा मूसा. ഒരു നല്ല പേരാണോ അത്? अच्छा नाम है ये. ഏയ്, അതൊരു നല്ല പേരല്ല. ना, ये अच्छा नाम नहीं है. നമ്മളാരെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പേരിടുവോ? हम कोई ऐसा नाम अपने बच्चों में डालेंगे? എന്താ പേരിന്റെ അർത്ഥം? क्यों? उस नाम का अर्थ क्या है? ഞാൻ ഇവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. मैंने इसे जल में से निकाला. ഇങ്ങനെയാണോ മക്കൾക്ക് പേരിടുക? ऐसे नाम डालते हैं. സൈക്കിളിൽ നിന്ന് വീണവൻ അങ്ങനെ പേരിടുവോ? साइकिल से गिरने वाला नाम डाल दिया. മരത്തിൽ നിന്ന് വീണവൻ അങ്ങനെ പേരിടുവോ? पेड़ से गिरने वाला नाम डाल दिया. ഇടുവോ? डालेंगे नाम ऐसा? വണ്ടി ഇടിച്ചവൻ അങ്ങനെ പേരിടുവോ? टक्कर मार दी गाड़ी ने, नाम അതുപോലെ ഈ डाला. പേര്, അതുപോലെ ഈ പേര്. ऐसा ही नाम है ये. വെള്ളത്തിൽ നിന്ന് ഞാൻ ഇവനെ വലിച്ചെടുത്തു. पानी से निकाल लिया. വെള്ളമുള്ളത് കൊണ്ടാണ് അവനൊരു പേരുണ്ടായത്. पानी था तभी इसको एक नाम मिला. വെള്ളമാണ് അവനൊരു പേര് കൊടുത്തത്. पानी इसको एक नाम देता है. പ്രതിസന്ധിയാണ് അവനൊരു പേര് കൊടുത്തത്. विरोध इसको नाम देता है. പ്രതികൂലമാണ് അവനൊരു പേര് കൊടുത്തത്. प्रतिकूलता इसको नाम देती है. ആ പ്രതികൂലത്തിൽ നിന്ന് പേര് പ്രാപിച്ചവനൊന്നും ചെങ്കട കണ്ടാൽ തിരിച്ചു പോകേണ്ടി വരികയില്ല. विरोधों ने जिसको नाम दिया, समुद्र देखकर रास्ता नहीं मोड़ता वो. ചെറുപ്രായത്തിൽ നൈൽ നദിയെ തോൽപ്പിച്ചവന് ഈ പ്രായത്തിൽ ചെങ്കടലിനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു വീര്യം അന്നേ ദൈവം ഇവന്റെ ശരീരത്തിൽ വെച്ചിട്ടുണ്ട്, ഒരു സോഫ്റ്റ്വെയറേ. बचपन में नील नदी को जिसने हरा दिया, परमेश्वर ने इतनी बड़ी उम्र के अंदर भी एक सॉफ्टवेयर डाल दिया कि बड़ा जल भी इसे हरा नहीं पाएगा. നിന്റെ പേരോർക്കണം മകനെ. ए बेटे अपना नाम याद कर. പണ്ട് നിന്നെ ഒരാൾ ഒറ്റയ്ക്ക് ജലാശയത്തിൽ നിന്ന് വലിച്ചെടുത്തു. और तुझे तू जब अकेला छोटा था उस जलाशय से तुझे बाहर निकाला. ഒറ്റയ്ക്ക് നിന്നെ നൈൽ നദിയിൽ നിന്ന് ഒരാൾ വലിച്ചെടുത്തു. अकेले नील नदी से तुझे बाहर निकाला. ഇന്ന് 600,000 ജനതയെ നീ ചെങ്കടലിൽ നിന്ന് വലിച്ചെടുത്ത് അക്കരയെത്തിക്കുമ്പോൾ ഞാൻ നിനക്ക് തന്ന പേരിന് വിലയും നിലയും വിശാലതയും ഉണ്ടാകും. और आज जब 6 लाख लोगों को तू लाल समुद्र में से बाहर निकालेगा तो तेरे नाम का असली अर्थ, उसकी असली कीमत यहां पर साबित होगी. ഒരു മോശയെ കണ്ട് നൈൽ നദി ഭയപ്പെട്ടെങ്കിൽ 1000 മോശ ഈ ജലാശയത്തിൽ നിന്ന് അക്കരെ കിടക്കുന്ന കാണുമ്പോൾ ശത്രുക്കൾ ഭയം കൊണ്ട് കീഴടങ്ങും. जब एक नदी मूसा नामक एक व्यक्ति को देखकर डर गई, 6 लाख लोगों को देखकर जब समुद्र डरेगा तो लोगों में ये एक बड़ी बात बन जाएगी. അവരക്കരെ കടന്നു. उन्होंने पार किया. സമയക്കുറവുണ്ട്, ഞാൻ പറഞ്ഞു പോവാ. സമയം കുറവായിട്ട് പറഞ്ഞു समय नहीं है इसलिए मैं जल्दी बढ़ता हूं आगे. സമാഗമന കൂടാരം ഉണ്ടായി. वहां पर मिलाप वाला तंबू बनता है. ആരാധന ശക്തിപ്പെട്ടു. आराधना शुरू होती है. പലതരം പ്രതിസന്ധികളെ കണ്ടു. कई प्रकार के विरोधों को देखा. ആ യാത്ര ഒടുവിൽ എത്തുന്നത് उस यात्रा के अंत में ഇന്ന് നമ്മൾ യോർദാൻ എന്ന് വിളിക്കുന്ന രാജ്യത്തിന്റെ അതിർത്തിയിലാണ്. यर्दन नामक, आज के यर्दन नामक उसी देश के बिल्कुल किनारे पर पहुंचे. പിസ്ഗായുടെ ചെരുവിൽ
पिस्का के उस वादियों में നെബോ പർവ്വതത്തിന്റെ മുകളിൽ नबो पर्वत की ऊंचाई चोटी पर അവിടെ ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, वहां पहुंचते ही परमेश्वर ने कहा, അപ്പം നമുക്ക് പോയേക്കാം, चले हम, ഇവിടെ വെച്ച് നീ മരിക്കും. यहां पर तू मरेगा. എന്തൊരവസ്ഥ! हालत देखिए उसकी. നമ്മളെന്താ പറയുക? हम क्या कहेंगे वहां पे? കർത്താവേ, എൻ്റെ മിനിമം ഒരാവശ്യം, हे प्रभु, मेरी एक छोटी सी जरूरत, പേരിനെങ്കിലും നീ എന്നോട് ചെയ്യേണ്ട ഒരു നീതി. एक छोटे से मेरे नाम के साथ एक छोटा सा तू न्याय कर. എനിക്ക് അക്കരെ ഒന്ന് കടക്കണം. उस पार वैसे ही थोड़ा लेकर जा. ഒറ്റ ദിവസം മതി. एक दिन काफी है. ഞാൻ ഇതുവരെ പ്രസംഗിച്ചല്ലേ, अभी तक उसी का तो प्रचार किया था. പാലും തേനും ഒഴുകുന്ന നാടിനെ പറ്റി പറഞ്ഞതല്ലേ. दूध और मधु बहने वाले देश के बारे में कितना बोला था. ഒരവസരം एक मौका ദൈവം കൊടുക്കും. परमेश्वर देगा. മോശ ചോദിച്ചോ? मूसा ने पूछा? ചോദിച്ചില്ല. नहीं पूछा. ഈ സംതൃപ്തി ये है संतुष्टि. എങ്ങനെ കിട്ടി? कैसे मिली उसे? ഇവിടെ വരെ മതി, यहीं तक काफी है. മതി, काफी है. മതി എന്ന് പറയുന്ന മോശയുടെ പ്രതികരണം കണ്ട് काफी है कहने वाले मूसा की प्रतिक्रिया देख തമ്പുരാന്റെ ഹൃദയം സന്തോഷിച്ചു. परमेश्वर का दिल भी खुश हो गया. എന്തൊരവസ്ഥ! कैसी अवस्था निकली वहां. ലോകം നോക്കിയാൽ ഒരു പരാജയം, दुनिया देखेगी कि तू हार गया, ഇവിടം കൊണ്ട് തീരുക. यहीं पर तू खत्म हो गया. മോശയ്ക്കും മടിയില്ല. लेकिन मूसा में कोई ऐसी हलचल नहीं. ഒരപേക്ഷയുണ്ടേ, एक निवेदन तो करता, അക്കരെ ചെന്ന് ഞാൻ മരിച്ചോളാം. वहां जाकर मर जाऊंगा. നാട്ടുകാരെന്ത് പറയും? लोग क्या कहेंगे? കൂടെ വന്നവരെന്ത് ചിന്തിക്കും? पास वाले क्या सोचेंगे? ഇല്ലില്ല, नहीं, മതി. इतना काफी है. ഈ സംതൃപ്തി എങ്ങനെ കിട്ടുക? ये संतुष्टि कैसे मिलेगी? ഈ സംതൃപ്തി ये संतुष्टि ജീവിതം തരുന്ന ചില അനുഭവങ്ങളാ. जिंदगी के अनुभव हमें देती है. മോശ വാക്കും ഭാഷണം കൂടാതെ പറയാ, और मूसा यहाँ पर बिना अपनी बोली के हम तक एक शब्द पहुंचाता है, എനിക്ക് പാലും തേനും ഒഴുകുന്ന ദേശം വേണ്ട, मेरे को दूध मधु का देश नहीं चाहिए, എനിക്കിവിടെ കിട്ടുന്ന ഒന്നും വേണ്ട, मुझे वहां पर यहाँ पर मिलने वाला कुछ नहीं चाहिए. ഇതെല്ലാം അങ്ങേക്ക് വേണ്ടിയാ. ये सब आपके लिए है. അങ്ങ് ഈ പ്രാണൻ തന്നു തന്നെ വലിയ കാര്യം. आपने मुझे जीवन दे दिया, वही अपने बात में बड़ी बात है. എനിക്കൊപ്പം പിറവി കണ്ട പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. आज कितने ही ऐसे जो थे जो मेरे समान जो आज जीवित नहीं है. ഇത് തന്നെ ധാരാളം. इतना जो मिला वो काफी है. ഈ സംതൃപ്തി എത്ര പേർക്കുണ്ട്? ये संतुष्टि कितने लोगों में है? ഈ സംതൃപ്തി വലിയൊരു മനോസുഖമാന്നേ. ये ऐसे संतुष्टि वाला एक मन काफी होता है. മതി. काफी. അങ്ങനെ മോശ മരിച്ചു. ऐसे मूसा मरता है. ഇനിയാണ് വലിയൊരു ചിന്ത. अब है एक बड़ा विचार. ഈ ബോഡി അടക്കി, इस शरीर को भी दफन किया. വചനം പറയാ, മോശ എന്ന മനുഷ്യനെ എവിടെ സംസ്കരിച്ചു എന്ന് ഇന്ന് വരെ ആരും അറിയുന്നില്ലെന്ന് അന്ന് എഴുതി വെച്ചിരിക്കും. वचन में इस प्रकार लिखा है कि आज तक किसी को नहीं पता कि मूसा को कहां दफनाया गया. എന്നാലും ചില പൊട്ടന്മാർ പറയാ, ഇതാ മോശയുടെ ശവകുടീരം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. और आज यदि कोई आकर कहता है कि मूसा का कब्रिस्तान ये है तो विश्वास मत करना. അതൊക്കെ ചുമ്മാതെയാ. ऐसे ही बोलते हैं वो. അതിന്റെ കാരണം നേരം വെളുത്തപ്പോൾ ഈ ശവകുടീരം കാണുന്നില്ല. क्योंकि जब दिन हुआ उगा तो कहीं कब्रिस्तान दिखाई नहीं दे रहा. ഗൾഫിലൊക്കെ ജീവിച്ചവർക്കറിയാം. गल्फ वगैरह में जीने वालों को पता है. ഇന്ന് നമ്മളൊരു മല കാണുക, നാളെ അത് അവിടെ കാണത്തില്ല. और रेगिस्तान के अंदर जहां पर एक दिन आप पहाड़ दिखाई देता है, अगले दिन वो दिखाई नहीं देगा. അത് അവിടെ നിന്ന് പറന്ന് ഈ മണലെല്ലാം കൂടെ വേറെടുത്ത് ഡെപ്പോസിറ്റഡ് ആകും. പഴയ സ്ഥലം താഴ്വരയാകും. മല ഇല്ലാത്തടത്ത് മല ഉണ്ടാവും. क्योंकि वो मिट्टी का पहाड़ होता है, जब हवा बहती है तो उसी के साथ जहां पे था वहां से अलग होकर जहां नहीं था वहां बन जाता है. ആകുന്ന നോക്കിയിട്ടും ഈ ശവകുടീരം കാണുന്നില്ല. पूरे लोगों ने पूरा देखा लेकिन कहीं पर भी वो कब्र नहीं दिखाई दे रही. പിന്നെയും പുതിയ നിയമം വായിച്ച ഒരു കാര്യം കാണാം. और फिर नए नियम को पढ़ते तो एक और बात उसमें लिखी है. മോശയുടെ ഭൗതിക ശരീരത്തിന് വേണ്ടി പിശാചുക്കൾ വാദിച്ചെന്ന്. मूसा के शरीर के लिए शैतान ने विवाद किया. ഏതാണ്ടൊരു ദുരൂഹത, वहां पर कुछ और अजीब सा है, ഏതാണ്ട് പിടിതരാത്തൊരാശയം. कुछ ऐसा विचार जो समझ के परे है. നമുക്ക് പിടികിട്ടുന്നില്ല. समझ नहीं आ रहा हमें. അതവിടെ നിന്ന് വെക്കാം. वो हम एक तरफ रखते हैं. മറ്റൊരു കാര്യം പറഞ്ഞ് ഞാൻ പൂരിപ്പിച്ച് നിർത്താം. एक और बात बताकर बात में समाप्त पूरी करता हूं. അവിടുന്ന് ചില ആണ്ടുകൾ കഴിയുന്നു. वहां से कुछ और सालों के बाद അടുത്ത ദിവസം തന്നെ ഇവിടുന്ന് യോശുവയുടെ നേതൃത്വത്തിൽ ഈ യോർദാൻ കടന്നു ജനം മുമ്പോട്ട് പോയി. अगले ही दिन यहोशू के नेतृत्व में पूरे लोग यर्दन पार करते हैं, नई जगह पर कनान में पहुंचते हैं. ആ ഉണങ്ങിയ നിലത്തുകൂടി യോർദാൻ കടന്ന് പെട്ടകം ചുമന്ന് പുരോഹിതന്മാർ അക്കരെ കടന്നു. അവർ ചെന്നെത്തിയ സ്ഥലം യെരികോ. और वहां पर से पार करके सूखी भूमि पर से याजक जब पार करके पहुंचे तो जिस जगह पर पहुंचे वो था यरीहो.
എരിഹോവിൽ നിന്ന് അവർ പോയി ഗിൽഗാൽ, यरीहो से वो गिलगाल में पहुंचे, ഗിൽഗാലിൽ നിന്ന് അവർ പോയി ബഥേൽ. गिलगाल से बेथेल में पहुंचे. അങ്ങനെ ജനങ്ങൾ അങ്ങ് പോയി. ऐसे लोग चलते चले गए. കാലം കുറെ കഴിഞ്ഞു. कुछ और साल बीत गए ഇവരെങ്ങനെ കടന്നുപോയ വഴിയിലൂടെ ഒരു രണ്ടുപേർ ദാ തിരിച്ചു വരുന്നു. और जिन दो रस्तों से ये सब गए थे, दो लोग वापस आते हैं. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഇവരാരാണ്? शताब्दियों के बाद ये दो कौन वापस आ रहे हैं? അതൊരു ഗുരു ശിഷ്യനാ. और वो गुरु शिष्य हैं, ഏലിയാവ് എലിശയുമാണ്. एलिया और एलिशा. ഏലിയ എലിശയോട് പറയുകയാണ്, एलिया एलिशा से कहता है, ഞാൻ എടുക്കപ്പെടുന്നത് കണ്ടാൽ നിനക്ക് ഇരട്ടി പങ്ക് കിട്ടും. यदि मैं उठा लिया जाना तू देख ले तो तुझे दुगना भाग मिल जाएगा. അവര് വരുന്ന വഴി പഠിച്ചാട്ട് और वहां पे उन्होंने यीशु देखा ആ കർമ്മയിൽ നിന്ന് പുറപ്പെട്ടു. और उसी पे उन्होंने लिखा. അവർ ഗിൽഗാലിൽ വന്നു, वो गिलगाल में आए, അവർ ജെരിഗോവിൽ വന്നു, यरीहो में आए, അവർ യോർദാന്റെ അരികിൽ വന്നു. यरदन पे पहुंचे. മറ്റവര് പോയ വഴി നോക്കിയാട്ടെ, और दूसरों का रास्ता देखिएगा. യോർദാനിൽ വന്നു, यरदन में आए, ജെരിഗോവിൽ വന്നു, यरीहो में आए, അവിടുന്ന് നേരെ ബഥേൽ വന്നു, वे गिलगाल में आए, ഗിൽഗാലിൽ വന്നു. गिलगाल से में पहुंचे. ആ ഇസ്രായേൽ മക്കൾ അന്ന് പോയ വഴിയിലൂടെ ദാ രണ്ടുപേര് തിരിച്ചു വരുന്നു. इस्राएली जिस रास्ते में गए उसी रास्ते ये दोनों वापस आए. ഇവർക്ക് വേണ്ടതെന്താ? क्या चाहिए था उनको? ഇരട്ടി പങ്ക്. दुगना भाग उसे चाहिए था. ഏലിയാവിനെ പഠിക്കുക, एलिया को देखिएगा, മോശയെ പഠിക്കുക. मूसा को भी देखिएगा. മോശ എവിടുന്ന് വന്നു നമുക്ക് നല്ല അറിവാ. मूसा हमें पता है वो कहां से आया, പക്ഷെ മരണം വല്ലാത്ത ദുരൂഹത. लेकिन एक ऐसी उसकी मौत जिसके बारे में कुछ नहीं पता है. ഏലിയാവിന്റെ പൂർവ്വകാലം നമുക്കറിയില്ല. एलिया कहां से आया वो नहीं पता. മോശയ്ക്ക് വിപരീതം അത്. वो मूसा के बिल्कुल विपरीत है. ഏലിയാവ് എവിടേക്ക് പോയി നമുക്കറിയാം. एलिया कहां गया वो हमें पता है. ഒരാൾ എവിടുന്ന് വന്നു എന്നറിയില്ല, एक का ये नहीं पता कहां से आया, ഒരാൾ എവിടുന്ന് വന്നു എന്നറിയാം. एक का ये पता है कि कहां से आया, ഒരാൾ എവിടേക്ക് പോയി എന്നറിയാം, एक का ये पता है कि कहां गया, ഒരാൾ അന്ത്യനിമിഷത്തെ പറ്റി വലിയ പിടിയില്ല. और एक के जाने के बारे में कुछ पता नहीं है. ആ ഈ ഗുരു പറയാ, और ये गुरु कहता है, ഞാൻ എന്തൊക്കെ ചെയ്തോ मैंने जो कुछ किया അതിന്റെ ഇരട്ടി നിനക്ക് വേണോ? उसका दुगुना यदि चाहिए എന്റെ ചോദ്യം കൊള്ളാം. तो तेरा सवाल बढ़िया है. എന്തിന് ഏലിശ ചോദിച്ചു? क्यों एलिशा ने ये पूछा? ഏലിശ കാഴ്ചപ്പാടുള്ള ശിഷ്യനാ. एलिशा एक दूरदृष्टि वाला व्यक्ति था. പ്രിൻസിപ്പൾ ആണോന്ന് പറഞ്ഞില്ല, वो उसने ये नहीं कहा कि वो प्रिंसिपल है, ഡയറക്ടർ ആണോന്ന് പറഞ്ഞില്ല. डायरेक्टर है नहीं बोला. നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. तेरे आत्मा का दुगुना भाग. ഖണ്ഡിതമായ മറുപടി. बिल्कुल उसका सटीक उत्तर നിനക്കത് കിട്ടും. तुझे मिलेगा. പ്രയാസമുള്ള കാര്യം, मुश्किल है ഞാൻ എടുക്കപ്പെടുമ്പോൾ അരികിൽ വേണം. लेकिन वो वहां मैं जाऊंगा वो होगा. ആ ഈ വാക്കോടെ വരിക. यहाँ पर वो समय आता है. ഇവർ രണ്ടാളും വന്നു, ये दोनों पहुंचे, വന്ന വഴി നോക്കണം. वो उनका रास्ता देखिए. ഇപ്പൊ യോർദാന്റെ തീരത്ത് വന്നു. अभी वो यरदन के पास पहुंच गए. പുതപ്പ് കൊണ്ടടിച്ചു, പുതപ്പ് കൊണ്ടടിച്ചു या യോർദാൻ वहां पे उन्होंने चादर मारी, അക്കരെ കയറി. वो पार पहुंचे. ആ ജോഗ്രഫി ഒന്ന് പരിശോധിച്ചേ. वहां के भौगोलिक उस जगह को देखिएगा. ഇവിടെ എവിടെയോ മോശ മരിച്ചു കിടക്കുന്ന സ്ഥലമുണ്ട്. कहीं ना कहीं यहाँ मूसा मरा दफनाया गया है. ഇതെന്താ മോശയുടെ മരണം ഗംഭീരാക്കണ്ടല്ലായിരുന്നോ? यहाँ पे मूसा की मौत को थोड़ा और अच्छा बना सकते थे. वो ഈ ഫ്ലക്സ് ഒക്കെ അടിച്ചു വെക്കണ്ടല്ലായിരുന്നോ? फ्लक्स वगैरह बनाना छापना जरूरी था उसकी मौत का. ഇതിനൊന്നും ഇടകൊടുക്കാതെ മോശ പണ്ടേ മരിച്ചടക്കപ്പെട്ടു. लेकिन ये सबका मौका नहीं दिया. मूसा मर गया, दफन भी हो गया. എന്തായിരിക്കും ഇത് അത്ര വലിയൊരു ശ്രദ്ധയില്ലാതെ ഈ ശവടക്ക്? यहाँ पर बिना किसी का ध्यान आकर्षित किए बगैर ये ऐसा दफन क्यों हुआ? അതിനൊരു കാരണമുണ്ട്. उसका एक कारण है. ഇതിങ്ങനൊക്കെ ചെയ്യാൻ ഇവര് ചിന്തിച്ചതാ. ऐसा करने की शायद सोची होगी. അതിനുവേണ്ടി ഈ കമ്മിറ്റിയൊക്കെ കൂടി उसके लिए कमेटी वगैरह मिली. ചെറുപ്പക്കാർ ഇങ്ങനെ പറയാം, നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാം. सभी जवानों ने कहा कि हमें ये करना है वो करना है. അപ്പോൾ ഒരു അപ്പച്ചൻ ചോദിച്ചു, और तब एक बुजुर्ग ने पूछा, മക്കൾ എന്തുവാ പറയുന്നേ? बेटा आप कह क्या रहे हो? മോശയുടെ മരണം मूसा की मृत्यु അടക്കണ്ടേ? दफनाई, അടക്കണം. दफनाना है उसे. പക്ഷെ ആരാണ് ഈ മോശ? लेकिन ये मूसा है कौन? ചോദിച്ചു അവർ പരസ്പരം ചോദിക്കാൻ ആരാ? पूछने लगे तो आपस में ही पूछने लगे कि कौन है वो. ആ ആധാർ കാർഡ് നോക്കണം, വില്ലേജിലെ രേഖ നോക്കണം. ഫറവോടെ പുത്രിയുടെ മകൻ. आधार कार्ड देखिए, उसका पता वगैरह देखिए. फिरौन की बेटी का बेटा. രേഖ അതാ. लेख में वही लिखा है. ചുമ്മാ അടക്കാൻ പറ്റില്ല. ऐसे ही थोड़ी दफना सकते हैं. അതിന് രാജകീയ അടക്കം കൊടുക്കണം. राजकीय दफन चाहिए उसे. എന്ന് വെച്ചാ മുളന്തണ്ട് കൊണ്ടുവരാൻ പറയും മൂക്കി വെക്കാൻ. मतलब नाक में घुसाने के लिए बांस की लाठी लाने को कहेंगे. ആ ആന്തരികങ്ങൾ എടുത്ത് കളയും. अंदर के अंग निकालेंगे. എൻബാൻ ചെയ്യും ബോഡി. पूरा का पूरा एनबाम करेंगे. വലിയ പിരമിഡ് ഉണ്ടാക്കും. बड़ा पिरामिड बनाएंगे. ഒറ്റ ഒരുത്തൻ അക്കരെ നാട്ടിൽ പോവില്ല. कोई भी दूसरे पार नहीं जाएगा. നമ്മുടെ ഈ വിഡ്ഢിത്തം ദൈവത്തിന്
അറിയാം, ये हमारी मूर्खता परमेश्वर को पता थी। നമ്മളെ ഒന്നും അറ്റൻഡ് ചെയ്യിക്കാതെ ദൈവം ഇതെല്ലാം മാറ്റിയിട്ട് ഈ ബോഡി എങ്ങനെയോ സൂക്ഷിച്ചു അവിടെ. इसीलिए परमेश्वर ने हम सब से दूर करके कहीं न कहीं उसके शरीर को सुरक्षित रख लिया। വന്നിരിക്കുന്നു ഏലിയാവ് എലീശ അവിടെ. यहां पर दोबारा एलिया और एलिशा पहुंचे वहीं पर, യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ എടുത്തുകൊണ്ടു. और यहोवा बवंडर में एलिया को उठाता है। അഗ്നിമയമായ രഥങ്ങൾ, കുതിരകൾ പ്രത്യക്ഷപ്പെടുന്നു, രഥം പ്രത്യക്ഷപ്പെടുന്നു. अग्नि में एक रथ वहां पर प्रकट होता है। ഏലിയാവ് പോയ ചുഴലിക്കാറ്റില്ല. एलिया बवंडर में गया था, ഈ രഥം എന്തിനു വന്നു? रथ क्यों आया ഒരു പിടിയില്ല. किसी को नहीं पता। നമുക്ക് ഇരട്ടി പങ്ക് തരുന്നൊരു പ്രക്രിയ അവിടെ കാണാം. दुगुना देने की एक प्रक्रिया वहां पर है। ഇത് തെളിവൂടെ തരാം. उसका प्रमाण बताता हूं। ഏലിയാവിനെയും മോശയും കൂടെ നമ്മൾ അല്പം കഴിഞ്ഞ് കാണുന്നു. एलिया और मूसा को थोड़े समय के बाद हम फिर देखेंगे മറുരൂപമലയിൽ. रूपांतरण के पहाड़ पर। ഞാൻ അവസാനിപ്പിക്കാം. मैं समाप्त कर रहा हूं। നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. एक बात आप समझिएगा, ഫറവോടെ പുത്രിയുടെ മകനെന്നറിയപ്പെട്ടിരുന്നെങ്കിൽ फिरौन की पुत्री का बेटा यदि जाना जाता ഈജിപ്തിലെ ഏതോ ശവകുടീരത്തിൽ മോശയുടെ മമ്മി ഈ ശവശരീരം അവിടെ കണ്ടേനെ. तो इस मिस्र में कहीं पर मूसा के शरीर को मम्मी बनाकर सुरक्षित कहीं ना कहीं रख दिया जाता। നമ്മൾ ഇവിടുന്ന് പോകുന്നവർക്കൊക്കെ അത് കാണാം. यहाँ पर जब हम यदि वहां जाते हैं तो ऐसी मम्मी हम देख सकते हैं। അത് കാണാൻ ഒരു $50 കൊടുക്കണം. और उसको देखने के लिए हमको $50 देने पड़ते हैं। നമ്മൾ ഈ $50 കൊടുക്കാൻ ഇന്ത്യക്കാർക്ക് മടിയായതുകൊണ്ട് $5 കൊടുത്താൽ കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. और $50 हम भारतीय लोग देना नहीं चाहते, इसलिए $5 में दिखाने का भी एक तरीका है उनके पास। അത് ഈ കച്ചി കൊണ്ട് റിപ്ലിക്ക ഉണ്ടാക്കി വെച്ച് നമ്മളെ പറ്റിക്കുക. और उन्होंने वहां पे केवल एक रूप बनाया हुआ है जो नकली है, वो दिखाते हैं। ഒറിജിനൽ മമ്മി കാണുന്ന ചിലവുണ്ട്. लेकिन यदि आप ओरिजिनल मम्मियां देखना चाहते हैं तो उसके लिए खर्चा लगता है। കാണേണ്ട സംഭവം. वो देखने ही की चीज है। പക്ഷേ ഈ $50 കൊടുത്തോണ്ട് കണ്ടിട്ട് $50 वाला देखकर उसके देखने के बाद നമ്മൾ ഒന്നേ നോക്കുള്ളൂ. जब एक की बार उसे देख पाएंगे, കവളൊട്ടി, पूरे गाल चिपक गए, കണ്ണിന്റെ ഭാഗത്ത് 2 കുഴി, आंख नहीं रही, केवल गड्ढे हैं, വികൃതമായി കിടക്കുന്ന ശവശരീരം. एक बिल्कुल कुरूप शव। 5000 വർഷങ്ങൾക്ക് മുമ്പേ 1500 साल पहले സുഗന്ധ ലേപനങ്ങളൊക്കെ ഇട്ട് പൂശി മുമ്പ് പറഞ്ഞ സാധന സാമഗ്രികളോടെ രാജകമേ അടക്കിയ ശവശരീരത്തിന്റെ കിടപ്പായി കണ്ടേ. उसी शव को हमने अभी अभी देखा जो बड़े ही राजकीय तौर पर सुगंध द्रव्य का लेप लगाकर सुरक्षित रखा गया था। മോശ ഫറവോടെ പുത്രിയുടെ മകനെന്നറിയപ്പെട്ടിരുന്ന ഈ കിടപ്പ് കിടക്കുമായിരുന്നു. यदि मूसा फिरौन की पुत्री का बेटा कहलाया जाता तो उसकी भी हालत ऐसी होती। നമ്മൾ ഇത് കണ്ട് അറച്ച് ഓക്കാനിച്ച് പുറത്തു വരുമായിരുന്നു. हमने जो देखा था उससे वो केवल उसी में सीमित रहता। പക്ഷെ ഒരു വസ്തുവിനെയും കൊണ്ട് ചെയ്യാനിട വരാതെ ദുർഗന്ധം വമിക്കാത്ത ഒരു ശരീരമായി മരുഭൂമലയിൽ ആർക്കും അലക്കി വെളിപ്പിക്കാൻ കഴിയാത്ത തേജസാർന്ന വെണ്മയാർന്ന വസ്ത്രരൂപിയായി ധന്യനായ മോശെ നമ്മൾ യേശുവിനൊപ്പം കാണുന്നു. लेकिन हम देख सकते हैं कि जिसको कोई पिघला नहीं सकता, गला नहीं सकता, जिसके शरीर में कीड़े नहीं पड़ सकते, ऐसे रूपांतरित वेश को धरकर रूपांतरण के पहाड़ पर हम इसी मूसा को यीशु के साथ देखते हैं। 2000 ആണ്ടുകൾക്കപ്പുറത്ത് ക്രിസ്തുവിന്റെ നിന്ന ഹൃദയംഗമായി ചുമക്കാൻ അങ്ങനെ കാട്ടിയ വ്യഗ്രതയുള്ള ആ മോശയുടെ സ്ഥാനത്ത് ഇതാ നമുക്ക് നിന്നുകൊണ്ട് പറയാം, आज 2000 साल पहले मसीह के साथ कष्ट सहने को जिसने अपनी प्राथमिकता समझकर अपना सब कुछ दे दिया, उसी के स्थान पे खड़े होकर आज हम भी यही कहें, ഗുരു ഞങ്ങൾ നിന്നെ അനുഗമിക്കും. हे गुरु हम आपके पीछे चलेंगे। അത് അങ്ങേ സ്നേഹിച്ച आपसे प्रेम करें, ഒന്നും കിട്ടാനല്ല. कुछ भी पाने के लिए नहीं। ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ സ്വർഗത്തിൽ പോകുന്നത് തന്നെ ഈ കിരീടം ഒന്നും കിട്ടാനല്ല. कई बार मैं कहता हूं ये स्वर्ग वगैरह हम जो जा रहे हैं ना, ये मुकुट वगैरह पाने के लिए नहीं। എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ ഈ കിരീടം ഒന്നും കിട്ടിയില്ലെങ്കിലും വലിയ വിഷയമുള്ള ഒരാളല്ല. मेरी यदि बात करें मुकुट वगैरह नहीं मिला तो भी कोई बड़ी दिक्कत नहीं होगी, പിന്നെ നിങ്ങളെല്ലാം വെച്ചുകൊണ്ട് നടക്കുമ്പോൾ പഴയത് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിയാൽ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. क्योंकि यदि आप सबको मिल गया और आपका कोई पुराना वाला बचा हुआ है तो मैं भी ले लूंगा, चल जाएगी मेरी बात। നമ്മളെപ്പോൾ പറ്റിയ സാധനം ഇവിടെ കാണും, എന്തെങ്കിലും കാണും. कहीं ना कहीं ऐसा कुछ बचा खुचा तो होगा ना, അതൊക്കെ പോകട്ടെ. वो सब एक तरफ रखते हैं। അപ്പൊ സ്വർഗത്തെ സ്വർഗമാക്കുന്നത് स्वर्ग को स्वर्ग कौन बनाता है? കിരീടമല്ല, मुकुट नहीं, തങ്കത്തെരുവീതിയല്ല, वहां के सोने की सड़कें नहीं, ജീവവൃക്ഷത്തിന്റെ ഫലമല്ല, वहां के जीवन के वृक्ष का फल नहीं, സ്വർഗത്തിന്റെ മഹിമ യേശു അവിടെ ഉണ്ടെന്നുള്ളതാണ്. स्वर्ग को स्वर्ग, वहां की महिमा
यीशु बनाता है। സ്വർഗത്തിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. स्वर्ग में तेरे अलावा और कुछ मैं नहीं चाहता। ആ ക്രിസ്തു ചൈതന്യം ഇന്ന് രാത്രി നമ്മളിലൊക്കെ വളരണം. और उसी मसीह की चेतना हम सबों के अंदर और बढ़ने पाए। ക്രിസ്തുവിന് വേണ്ടി ഹൃദയംഗമായി നിൽക്കാനുള്ള ആത്മസമർപ്പണം ശക്തമാകട്ടെ. मसीह के साथ और दृढ़शाली होकर समर्पित करने वाला समर्पण हमारे अंदर पनपने पाए। അനവധി തേജസ്സിലെ ഭാഗ്യം കാത്ത് ആ ക്രിസ്തുവിന് വേണ്ടി നിൽക്കാനുള്ള ഉത്കടമായ വാഞ്ച ഹൃദയത്തിൽ വ്യാപരിക്കും. और इसी प्रकार के महिमामय उस दिन की प्रतीक्षा में रहकर उसी के लिए जीने की इच्छा और समर्पण में हम बढ़ते रहें। കണ്ണുകടയ്ക്കാൻ आइए अपनी आंखें बंद करें, हम प्रार्थना में ഒരു चलें। വേള പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങട്ടെ. कृपया हम प्रार्थना में चलेंगे। ആ ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് വരാം. उसकी उपस्थिति में हम निकट आएंगे। അങ്ങക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ കിട്ടുന്ന ഒരു അവസരം കളയാതെ എന്നെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കാം. प्रार्थना करें कि प्रभु आपके लिए यदि बलिदान सहने का मौका मिले तो मैं उससे चूकूंगा नहीं। ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. मैं आपके लिए प्रार्थना करता हूं। ഒരു വേള പ്രാർത്ഥിക്കാം. एक क्षण प्रार्थना करें। പരിശുദ്ധനെ ഞങ്ങൾ അടുത്ത് വരുന്നു. हे തിരുസന്നിധിയിൽ. पवित्र परमेश्वर, हम आपके करीब आते हैं। അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ തിരുമുഖം ദർശിക്കുന്നു. आपके पुत्र यीशु के नाम में आपके चेहरे की ओर देखते हैं।